ലാസ്റ്റ് നമ്മൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചിമ്പൂന കാണാണ്ടായിട്ട് കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളൊരു 4 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട്. പിന്നെ നിങ്ങൾ കുറേ പേരൊക്കെ എൻ്റെ അടുത്ത് മെസ്സേജുകളൊക്കെ ഒരുപാട് മെസ്സേജുകളൊക്കെ വരുന്നുണ്ടായിരുന്നു, ചിമ്പു വന്നു എന്നൊക്കെ ചോദിച്ചിട്ട്, വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ പുതിയ കുറേ വിശേഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ചിലപ്പോൾ വീഡിയോ ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ കാണാൻ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ. കാരണം ചിമ്പുവിൻ്റെ വിശേഷങ്ങളൊക്കെ കുറേ പേർക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അവർ മാത്രം കണ്ടാൽ മതി, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോറടിയിടാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിമ്പുവിനെ ഇങ്ങനെ വേറൊരു സ്ഥലത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ സ്നോ സ്റ്റോമൊക്കെ വന്നു. പിന്നെ ആ വീട്ടിൽ ഒരു പ്രാവശ്യം ചിമ്പു ചെന്നിട്ടൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്ന് ഒരു 5 മൈലൊക്കെ പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആ വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് ചിമ്പുവിനെ അവിടെ കണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെ ഒരു 2 ആഴ്ച മുമ്പ്, 2 ആഴ്ചയല്ല 3 ആഴ്ച മുമ്പ് ആ ചിമ്പുവിനെ ആദ്യം കണ്ടിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രീറ്റിൻ്റെ തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിൽ തന്നെ അവരുടെ ക്യാമറയിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പൂച്ച. അവരവിടെ എപ്പോഴും ആ വീട്ടിൽ അവരെപ്പോഴും അവിടെ വേറെയും പൂച്ചകൾ വന്നിട്ട് ഫുഡ് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ കഴിക്കുക. അപ്പോൾ അവരെപ്പോഴും വീടിൻ്റെ പുറത്ത് ഇങ്ങനെ ഫുഡ് വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിമ്പുവിൻ്റെ പോലത്തെ തന്നെ ചിമ്പുവിൻ്റെ വാലിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, റാക്കൂണിൻ്റെ ടെയിൽ പോലത്തെ അങ്ങനത്തെ വാലാണ് ചിമ്പുവിൻ്റെ വാല്. അപ്പോൾ അതേപോലത്തെ ചിമ്പുവിൻ്റെ പോലെ തന്നെ ഇരിക്കണം അങ്ങനത്തെ ഒരു പൂച്ച. അതിപ്പോൾ പുതിയതായിട്ടാണ് അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് പിക്ചർ ഇങ്ങനെ ക്യാമറയിൽ അത്രയ്ക്ക് ക്ലിയർ ആയിട്ട് കാണില്ല, രാത്രി എടുക്കുന്നുണ്ടല്ലോ. ചിമ്പുവിൻ്റെ സെയിം ബ്രീഡ് തന്നെ. അപ്പോൾ അവരും പറഞ്ഞു നമ്മുടെ ചിമ്പുവിൻ്റെ പോലെ ഇരിക്കണേന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചിമ്പുവിനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാഴ്ച നമ്മൾ അങ്ങനെ കാണാൻ വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ നമ്മൾ കുറേ നടന്നു. കാരണം ഇവൻ എപ്പോഴും വരത്തില്ല, ഈ രാത്രി നേരത്ത് മാത്രമേ പൂച്ച ഈ പൂച്ച അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ശനിയാഴ്ചയാണ് നമ്മുടെ അടുത്ത് അവർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ അവർ കണ്ടു എന്നുള്ളത്. അപ്പോൾ അവിടെ പിള്ളേരാരും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അലീനയും നീനയും കൂടിയിട്ട് നിങ്ങളും കൂടിയിട്ട് പോവാം. അപ്പോൾ രാത്രിയാണ് അത് വരുന്നത്. അപ്പോൾ നമ്മൾ രാത്രി അവിടെ പോയിരിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് ശനിയാഴ്ച അവർക്ക് അവിടെ കോളേജിൽ നിന്ന് 5 മണിക്കൂർ ഡ്രൈവ് ചെയ്യണം കേട്ടോ അവിടെ എത്താൻ വേണ്ടിയിട്ടാണ്. അവരവിടെ നിന്ന് ശനിയാഴ്ച പോന്ന് ഇവിടെ വൈകിട്ട് ഒരു 10 മണി ആയപ്പോഴേക്കും രാത്രി എത്തി. അങ്ങനെ ഞാനും അനിയനെയും നീനയും കൂടിയിട്ട് ആ വീടിൻ്റെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് നമ്മൾ അന്ന് രാത്രി നമ്മൾ ഫുള്ളായിട്ട് നമ്മൾ അവിടെ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരുന്നു. കാരണം അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് അവർ ഫുഡ് വെക്കുന്നത്. അപ്പോൾ അവിടെയാണ് ആ പൂച്ച വരാം. അപ്പോൾ അന്ന് നമ്മൾ ഫുള്ളായിട്ട് അതിന് മുമ്പ് 2 ദിവസം അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അന്നാണ് ആദ്യമായിട്ട് അവിടെ വരുന്നത്. അങ്ങനെ എന്നിട്ട് അന്ന് മുഴുവനും നമ്മൾ അവിടെ രാത്രി ഫുള്ള്, കാരണം നമ്മൾ അലീന വണ്ടിയിൽ കിടന്ന് ഉറങ്ങി. കാരണം അലീന ഡ്രൈവൊക്കെ ചെയ്ത് വന്നിട്ട് ക്ഷീണമുണ്ടായിരുന്നു. ഞാനും നീനയും കൂടിയിട്ട് ഇങ്ങനെ നോക്കിയിരിക്കാം, നേരം വെളുക്കണ വരെ നമ്മൾ നോക്കിയിരുന്നു. പക്ഷേ പൂച്ച വന്നില്ല. എന്നിട്ട് നമ്മൾ പോന്നു. അത് കഴിഞ്ഞിട്ട് അന്ന് തന്നെ അലീനയ്ക്ക് തിരിച്ച് 12 മണിയാകുമ്പോൾ അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 6 മണിയായപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. എന്നിട്ട് അങ്ങനെ പിള്ളേർ തിരിച്ചു പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഞായറാഴ്ച പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ അന്ന് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രസ്സുകൾ സാധനങ്ങളൊക്കെ നമ്മളവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ പൂച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാലോ, നമ്മുടെ മണക്കി എടുക്കുമ്പോൾ അവന് മനസ്സിലാവുമല്ലോ എന്ന് വെച്ചിട്ട് അന്ന് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞായറാഴ്ച ഞാൻ രാത്രിയാണ് ചെന്നിരിക്കണമല്ലോ. അപ്പോൾ പിന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. ഹോൾസെയിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒളിച്ചിരിക്കാൻ പറ്റില്ല, പിന്നെ ജോലിക്കൊക്കെ പോകണമല്ലോ. അങ്ങനെ ഞായറാഴ്ച ഞാൻ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ പോയി. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളവിടെ അവരുടെ ഡ്രൈവേലല്ല ഇരിക്കുന്നത്, അവരുടെ വീടിൻ്റെ അവിടെ സൈഡിലായിട്ട് റോഡിൻ്റെ സൈഡിലായിട്ട് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ഇരുന്നു. അങ്ങനെ അന്ന് മുഴുവനും നമ്മൾ അവിടെ ഇരുന്നു. ഞാനൊരു 4 മണി വരെ അന്ന് അവിടെ ഇരുന്നു, നേരം വെളുക്കണ വരെ. കാരണം നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് വണ്ടിയൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഓണാക്കിയിട്ട് അങ്ങനെ ഇട്ടിരിക്കാനും പറ്റില്ലല്ലോ. വണ്ടികൾ ലേറ്റായി കണ്ടെങ്കിൽ പൂച്ച വരില്ലല്ലോ. അന്ന് വൈകിട്ട് നമ്മൾ 4 മണി വരെ ഞാനവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പൂച്ചനെ കാണാണ്ടായി കഴിഞ്ഞപ്പോൾ വേറൊരു പൂച്ച വരുന്നുണ്ട് അവിടെ ഫുഡ് കഴിക്കും. ആ പൂച്ച വന്ന് ഫുഡ് കഴിച്ചിട്ട് പോയി. ഈ പൂച്ച വന്നില്ല. അങ്ങനെ 4 മണിയായപ്പോൾ ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു 5 മണി 5:30 കണ്ടായി കഴിഞ്ഞപ്പോൾ ഈ പൂച്ച വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവർ പറഞ്ഞു അപ്പോൾ നമ്മൾ ഡ്രസ്സുകൾ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെയൊക്കെ വീഡിയോ വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ക്ലിപ്പുകളൊക്കെ കൂടിയിട്ട് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാം. അങ്ങനെ എന്നിട്ട് അത് വന്ന് നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് അതിനെ മണത്തിട്ട് അവിടെ നിന്നിട്ട് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു പറഞ്ഞു.
അപ്പോൾ നമ്മൾക്ക് എന്തായിരുന്നാലും ഉറപ്പായി ഇത് നമ്മുടെ ചിമ്പു തന്നെയെന്നുള്ളത്. പിന്നെ ചിമ്പുവിൻ്റെ പോലത്തെ പൂച്ചകൾ അധികം അങ്ങനെ ഇല്ല താനും. അങ്ങനെ ചൊവ്വാഴ്ച നമ്മൾ അപ്പോൾ ചൊവ്വാഴ്ച ഒരു 10 മണി 10:30 ആയപ്പോഴേക്കും അവർ മെസ്സേജ് ഇട്ടു പൂച്ച ഇന്ന് നേരത്തെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ ഡ്രസ്സിൻ്റെയൊക്കെ മണം കിട്ടിയതുകൊണ്ട് അവനപ്പോൾ അവിടെ നിന്ന് പോവില്ല. അപ്പോൾ അന്ന് അവൻ നേരത്തെ വന്നിട്ടുണ്ട്. അന്ന് ഞാനും ബോൾസേനെ കൂടിയിട്ട് പോയി. അപ്പോൾ നമ്മൾ ചെന്നപ്പോഴേക്കും ആ പൂച്ച പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പോൾ ആ പൂച്ച രണ്ടാമത് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഇറങ്ങി. കാരണം ഇരുട്ടാണല്ലോ, അയ്യോ 11 മണിയൊക്കെ ആയിട്ടുണ്ട് രണ്ടാമത്തെ പ്രാവശ്യം പൂച്ച വന്നു കഴിഞ്ഞപ്പോൾ. ഞാൻ വണ്ടിയുടെ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഞാൻ ചിമ്പു എന്ന് വിളിച്ച വഴിക്ക് തന്നെ ഇരുട്ടാണല്ലോ, പൂച്ച വേഗം പേടിച്ച് ഓടിപ്പോയി. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ബോൾസേനെ മനോ പോവാൻ ഇരിക്കേണ്ട, ബോൾസേനെ പിറ്റേ ദിവസം ജോലി പോകണമല്ലോ. ഓക്കെ, അങ്ങനെ ചൊവ്വാഴ്ച നമ്മൾ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ചയും ചൊവ്വാഴ്ചയും ചൊവ്വാഴ്ചയും ഞാനും പോയിരുന്നു. എല്ലാ ദിവസവും എനിക്ക് ഈ നമ്മുടെ പൂച്ചേനെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അപ്പോൾ രാത്രി ആകുമ്പോൾ എല്ലാ ദിവസവും ഞാൻ അവിടെ പോയിരിക്കും. ചൊവ്വാഴ്ച ഞാൻ അവിടെ പോയിരുന്നു. പക്ഷേ തിങ്കളാഴ്ച നമ്മളെ കണ്ടിട്ട് അത് പേടിച്ച് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംശയം ഉണ്ടായിരുന്നു ചിലപ്പോൾ ചൊവ്വാഴ്ച വരില്ലായിരിക്കും. എന്നാലും ഞാൻ വിചാരിച്ചു ഓക്കെ എത്രയും പെട്ടെന്ന് ചിമ്പുവിന് വീട്ടിലേക്ക് കൊണ്ടുവരണമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ചൊവ്വാഴ്ചയും പോയി. എന്നും ഈ രാത്രിയാകുമ്പോൾ ചെന്നിട്ട് അവിടെ ഇരിക്കുക. അവിടെ എന്ന് വെച്ചാൽ ഒറ്റ മനുഷ്യനില്ല, എല്ലാവരും കിടന്നുണ്ടല്ലോ. നേരെ വെളുക്കണവരെ ഞാനിങ്ങനെ നോക്കിയിരുന്നു. ചൊവ്വാഴ്ച അവൻ വന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ബുധനാഴ്ച ആയി കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നമ്മൾ അതിനു മുമ്പ് ഇവർക്ക് പിടിക്കാൻ വേണ്ടി ട്രാപ്പ് വയ്ക്കാമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ചിലപ്പോൾ ആദ്യം വേറൊരു പൂച്ചയും കൂടി വരുന്നില്ല. അപ്പോൾ ആ പൂച്ച അങ്ങനെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ആ പൂച്ചയും പേടിക്കില്ല. അപ്പോൾ ട്രാപ്പ് ആദ്യം നമ്മൾ വെച്ചില്ല. അത് കഴിഞ്ഞ് ബുധനാഴ്ച നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞ് നമ്മൾ ട്രാപ്പ് വയ്ക്കേണ്ടതെന്ന് വെച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു ബുധനാഴ്ച അപ്പോൾ നമ്മൾ ട്രാപ്പ് വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ട്രാപ്പൊക്കെ കൊണ്ടുപോയി. അന്ന് ബുധനാഴ്ച ഞാൻ പോയി കഴിയുമ്പോൾ നമ്മുടെ കോഴിക്കുട്ടിയിൽ നിന്ന് ഞാൻ കോഴികളുടെ ഇതൊക്കെ ഉണ്ടല്ലോ, അവരുടെ കൂടിൻ്റെ ഉള്ളിലിടുന്ന ഈ പെല്ലറ്റ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മണം ഇഷ്ടമാണല്ലോ. അതും ഞാൻ കൊണ്ടുപോയി ആ കൂടിൻ്റെ ഉള്ളിൽ കുറച്ച് വെച്ചു, അവിടെ സൈഡിലും കുറച്ച് വെച്ചു. അന്ന് ബുധനാഴ്ച ഞാൻ നോക്കിയിരുന്നു, അന്ന് വന്നില്ല. പക്ഷേ അന്ന് ഞാൻ പോന്ന് കഴിഞ്ഞിട്ട് കാലത്ത് 7 മണിയായപ്പോൾ ആ പൂച്ച വന്നു കഴിഞ്ഞപ്പോൾ ഈ കോഴിയുടെ ഇതിൻ്റെ മണം കേട്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഈ സാധനം കോഴിയുടെ ഇതിൻ്റെ സാധനം വെച്ചിട്ടുണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, ആ വീട്ടിലുള്ളവർക്ക്. അപ്പോൾ അവർ ക്യാമറയിൽ നോക്കിയിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അന്ന് അവർ പറഞ്ഞു അന്നും ആ പൂച്ച അവിടെ വന്ന് നിന്നിട്ട് ഭയങ്കര ഇങ്ങനെ കരച്ചിലും ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കില്ലായിരുന്നു. അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്, ഞാൻ കേൾപ്പിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സൗണ്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴും നമുക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിലിങ്ങനെ ഡക്കും പിന്നെ ചിക്കനൊക്കെ ഉണ്ട്, അത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മളത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അന്നും കരഞ്ഞിട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഉറപ്പിച്ചു എന്തായിരുന്നാലും ചിമ്പുവാണ്. അപ്പം ഇങ്ങനെ പറയുന്നുണ്ട് മമ്മി ചിമ്പുവിനെ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരണമെന്നാണ്. അവൻ അതായിരുന്നു ഭയങ്കരമായിട്ട് കരയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിറ്റേ ദിവസവും ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകൽ ഉറങ്ങി എനിക്ക് ശീലമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പകൽ കിടന്നാലും എനിക്ക് ഉറക്കം തരില്ല. ഇവിടെ വീട്ടിലെന്ന് വെച്ചാൽ ഒരു കാര്യവും ഞാൻ ചെയ്യണില്ല. ഞാൻ എല്ലാ ദിവസവും രാത്രി പോകും, നേരം വെളുക്കുമ്പോൾ വരും, പിന്നെ ഞാൻ കിടക്കും. പിന്നെ വീട്ടിൽ കൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. ഉറക്കമൊന്നും വരുന്നില്ല. കാരണം പിന്നെ അവസാനം കഴിഞ്ഞിട്ട് ഞാൻ ഭയങ്കര ടയർഡായി. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറക്കവും തീരെയില്ലാണ്ട് എനിക്ക് തന്നെ പോയിരിക്കണമല്ലോ ഒരു വണ്ടിയുടെ ഉള്ളിൽ. അങ്ങനെ വ്യാഴാഴ്ച ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ ട്രാപ്പ് വെച്ച് കഴിഞ്ഞിട്ട് അന്ന് ട്രാപ്പിൻ്റെ ഉള്ളിൽ വീണു, കയറി ഒരു 2 മണിയൊക്കെ ആയിപ്പോൾ അന്ന് വന്നിട്ട് ട്രാപ്പിൽ കയറി. അങ്ങനെ ഞാൻ അത് ട്രാപ്പിൽ കൊണ്ടുവന്നിട്ട് ഞാൻ വണ്ടിയിൽ എടുത്ത് വയ്ക്കുന്ന ഒരു വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനു മുമ്പൊന്നും വീഡിയോ ഒന്നും പിടിച്ചൊന്നുമില്ല. നമുക്ക് അങ്ങനെ വീഡിയോ പിടിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് സുഖമൊന്നുമില്ല. പക്ഷേ ഇവനെ അന്ന് കയറി കഴിഞ്ഞപ്പോൾ നമുക്കൊക്കെ ഭയങ്കര സന്തോഷം. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം സന്തോഷം ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം അവനെ കിട്ടിയല്ലോ. അങ്ങനെ എന്നെ ട്രാപ്പിൽ വെച്ച് ഞാൻ അവനെ കൊണ്ടുവന്ന് ഇതിനെ പിടിക്കാമെന്ന് വെച്ചിട്ട് നല്ല കാരണമുണ്ട്. കാരണം ഇവർ ഈ ട്രാപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൈഡിൽ പോയിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനും പറ്റില്ല. അടിയിലൊന്നും പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പേടിയാകും. അങ്ങനെ പിടിച്ച് മാന്ത എന്തെങ്കിലും ചെയ്താലോ നമ്മളതൊന്നും അറിയണില്ലല്ലോ. അങ്ങനെ ഞാൻ കാറിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് വെച്ച് ഞാൻ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അകത്ത് കൊണ്ടുവന്നിട്ടാണ് തുറന്ന് വയ്ക്കുന്നത്. കാരണം അല്ലെങ്കിൽ അത് പേടിച്ചിട്ട് ഓടിപ്പോകുമല്ലോ. എന്നിട്ട് അകത്ത് കൊണ്ടുവന്ന് നമ്മൾ തുറന്നു. അപ്പോഴേക്കും എൻ്റെ മേത്തെ രോമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടയ്ക്ക് പിടിച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ഫോട്ടോ ഇവർ അയക്കുമ്പോൾ ശരിക്കും നമ്മുടെ ചിമ്പുവിൻ്റെ പലയും ഇരിക്കുന്നത്. പിന്നെ സ്ട്രോമിലൊക്കെ പെട്ട് കഴിഞ്ഞിട്ട് ആ സെയിം പൂച്ച തന്നെയാണിത്. അതിൻ്റെ രോമൊക്കെ ഭയങ്കരമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ തുറന്നു വിട്ട വഴിക്ക് തന്നെ ഇത് പേടിച്ച് വേഗം ഓടി സോഫയുടെ അടിയിൽ പോയിരുന്നു. അപ്പോഴേക്കും നീനയൊക്കെ പറഞ്ഞു മമ്മി ചെന്ന് തൊടുന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അവൻ്റെ ചിമ്പുവിൻ്റെ പോലെ തന്നെ ഇരിക്കണമെങ്കിലും അതിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ കുറച്ച് നാളായില്ലോ പുറത്തൊക്കെ കിടക്കുന്നത്.
പിന്നെ അതുപോലെ സോഫയുടെ അടിയിലിരുന്നു. അപ്പം നമുക്ക് ചിമ്പുവിനെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പുവിൻ്റെ ചെവിട് നമ്മൾ ഒരെണ്ണം കട്ട് ചെയ്തിട്ടുണ്ട്. അത് അവന് ന്യൂട്രൽ ചെയ്ത് ഈ പുറത്തൊക്കെ നടക്കുന്ന പൂച്ചകളെ തന്നെ നമ്മൾ ന്യൂട്രൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലിൽ വെച്ചിട്ട് തന്നെ അവൻ്റെ ഇടത്തെ ചെവിടിൻ്റെ മുകളിൽ ചെറുതായിട്ട് കട്ട് ചെയ്യും. നമ്മുടെ കാജലിനെയും ക്യാഷിനെയും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമേ നമുക്ക് ഇവനെ അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം ഇവന് നമ്മൾ വിളിച്ചിട്ടൊന്നും ഇവനെ ഒട്ടും റെസ്പോണ്ട് ചെയ്യണില്ല, ഇങ്ങനെ ഒന്നുമില്ല, ഒരു റിയാക്ഷനൊന്നുമില്ല, ഇങ്ങനെ ഭയങ്കര സാഡായിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുക, സോഫയുടെ ഉള്ളിൽ പോയിട്ടിരിക്കുക. നമുക്ക് ഇതിനെ കാണാനും പറ്റണില്ല. ചെവിടാണെന്ന് വെച്ചിട്ട് നോക്കാമെന്ന് വെച്ചിട്ട് ചെവിടും അങ്ങനെ കാണാൻ പറ്റില്ല, ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ വരില്ല. പിന്നെ ഒരു ദിവസം അത് ബേസ്മെൻറ്റിൻ്റെ അവിടെ സ്റ്റെപ്പിൻ്റെ അടിയിൽ അവിടെ പോയിരുന്നു. നമുക്കൊന്നും അടുത്തേക്കൊന്നും ചെല്ലാൻ വേണ്ടി പറ്റില്ല. ചെന്നാൽ ഈ അപ്പയ്ക്ക് അവിടെ നിന്ന് ഓടും. അപ്പം നമ്മൾ ശല്യം ചെയ്യണമെന്ന് വെച്ചിട്ട് ഒരു ദിവസം രാത്രി മൊത്തം അവിടെ താഴെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി അങ്ങനെ അങ്ങോട്ട് കയറി അലീനയുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അലീനയുടെ ബെഡിൻ്റെ അടിയിൽ ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനമുണ്ട്, ഇതുണ്ട്. അപ്പം അതിൻ്റെ ഉള്ളിലാണ് ഇത് പിന്നെ കയറിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ മുമ്പിട്ട് കിടന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്നെ ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമ്മൾ വിളിച്ചാലും വരില്ല, ഒന്നിനും വരില്ല. അങ്ങനെ നമ്മൾ എന്നിട്ട് ആദ്യത്തെ ദിവസം അത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നു. അന്നപ്പോൾ അനക്കൊന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല, നമ്മളോടൊന്നും ചെയ്യണമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കി കഴിയുമ്പോൾ ഓക്കെ നമ്മുടെ പൂച്ചയൊക്കെ ആണെങ്കിലും പോയി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേടിച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മളെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചറിയാത്ത പോലെയൊക്കെ കാണിക്കുന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഇങ്ങനെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചു. അന്ന് അലീനയുടെ ബെഡ്റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അത് അവിടെ ഒരു സ്ഥലത്തേക്ക് മൂത്രമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പൂച്ച മൂത്രം വെച്ച മണം അറിയാലോ, ഭയങ്കര പാടാണ്. നമ്മുടെ വീട്ടിൽ ഇന്നേ വരെ നമ്മുടെ വീട്ടിലകത്ത് ഇന്നേ വരെ മൂത്രം ഒഴിച്ചിട്ടില്ല, ഭയങ്കര മണമാകും. അങ്ങനെ ഞാനായിട്ട് ചെന്ന് അവിടെയൊക്കെ ക്ലീനൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അതിന് ലിറ്റർ ബോക്സ്, ഇതിന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് ലിറ്റർ ബോക്സ് വെച്ച് കൊടുത്തു. പിറ്റേ ദിവസം പിന്നെ അത് വരില്ല, അതിൻ്റെ അകത്ത് തന്നെ ഇരിക്കുക. അപ്പം നമ്മൾ അതിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ നമ്മൾ ക്യാമറ വെച്ചു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാത്രി ഇത് 12 മണിയൊക്കെ ആകുമ്പോൾ ആ ബെഡിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് വരാം, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക. അപ്പം നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ട് ഇവിടെ കോസ്കോയിൽ റൊട്ടിസറി ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിക്കൻ കിട്ടും, ഫുള്ളായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്ത് വെക്കുക. ആ ചിക്കനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നന്നായിട്ട് മീറ്റ് എടുത്തിട്ട് അതിന് കൊണ്ടുവന്ന് വെച്ചിട്ടും വെള്ളം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വന്നൊന്ന് അതിൻ്റെ അടിയിൽ കയറി രണ്ടാമത്തെ ദിവസം ഭയങ്കരമായിട്ട് നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ഭക്ഷണം കഴിക്കും. രാത്രി 12 മണിയാകുമ്പോൾ അങ്ങനെ വരും, ഇറങ്ങും, ഭക്ഷണം കഴിക്കുക. അപ്പോൾ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. കാരണം ഇത് പുറത്തേക്ക് ഉറങ്ങത്തില്ല, നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ വരത്തില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ ചെവിട് നമുക്ക് അപ്പോഴും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റണില്ല. അപ്പോൾ ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറയുന്നുണ്ട്, മോളെ ഇത് ചിമ്പു അല്ലാന്ന് തോന്നുന്നത്. ചിമ്പു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര നമ്മളത്രയ്ക്ക് പരിചയമല്ലേ, കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടൊക്കെ അവന് ഇത്ര പരിചയമല്ലേ, അല്ലെങ്കിൽ ബെഡിൻ്റെ അടിയിൽ കയറിയിരിക്കില്ലേ. അപ്പോൾ നീനയുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഷെൽട്ടർ ഹോമിലൊക്കെ അവർ പിന്നെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അവരും പറഞ്ഞു ഇത് ആ സെയിം പൂച്ച തന്നെയാണ്, പൂച്ചകളാകുമ്പോൾ അങ്ങനെ പേടിച്ചിട്ട് അങ്ങനെ ഇരിക്കും, എന്തായാലും ശരിയായിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച എടുക്കുമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അങ്ങനെ നേരമൊക്കെ വിളിക്കുമ്പോൾ ഞാനിപ്പം കട്ടിൻ്റെ അടിയിൽ പോയി കിടന്നിട്ട് ഇതിന് ചിമ്പൂന്നൊക്കെ വിളിക്കും. കണ്ണ് തുറക്കില്ല, അത് നമ്മൾ ഇൻ്റർനെറ്റിൽ നോക്കി കഴിയുമ്പോൾ പേടിച്ചിട്ടൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ കണ്ണും തുറക്കില്ല അത്ര. പിന്നെ ഒരു ചെവിട് ചെറുതായിട്ട് താഴ്ത്തി വെച്ചിട്ടുണ്ട്, അത് ഭയങ്കര ടെൻഷനൊക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ പകലൊക്കെ ചെന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഞാൻ ചിമ്പൂന്നൊക്കെ വിളിക്കും, ആ ഒരു റിയാക്ഷനും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കും. അത് കഴിഞ്ഞിട്ട് 2 ആഴ്ച, ഈ ഫുള്ള് പറയില്ല, 2 ആഴ്ച അത് ആ ബെഡിൻ്റെ അടിയിൽ തന്നെ ഇരുന്നു. രാത്രി ആകുമ്പോൾ ഇറങ്ങും. അപ്പോൾ രാത്രി 12 മണിക്ക് നമ്മൾ ഇങ്ങനെ ക്യാമറയിൽ ഇങ്ങനെ എന്തെങ്കിലും അനക്കങ്ങളൊക്കെ കാണുമ്പോൾ ക്യാമറ റിങ് ചെയ്യും. അപ്പോൾ നമ്മൾ രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ നോക്കി നിന്നിട്ടാണ് ഈ പൂച്ചേനെ കാണുന്നത്. അത് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ എൻ്റെ ഫോണിൽ എൻ്റെ വീഡിയോ പിടിച്ച് വെച്ചിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ എനിക്ക് നോക്കുമ്പോൾ ശരിക്കും ചിമ്പുവിൻ്റെ സെയിം പാലൊക്കെ തന്നെ, എല്ലാവരും സെയിം തന്നെ. മുഖത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. അതിപ്പോൾ കോഴികളൊക്കെ ആയിരുന്നാലും വല്ല അസുഖങ്ങളൊക്കെ വരുമ്പോൾ ചില സമയത്ത് അവരുടെ മുഖത്തിനൊക്കെ ഒരു മാറ്റമുണ്ട്. അപ്പം നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സെയിം ചിമ്പുവിൻ്റെ ബ്രീഡ് തന്നെയാണ്, മുഖത്തിന് അങ്ങനെ ഒരു മാറ്റമുണ്ട്. ഇതിങ്ങനെ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. പിന്നെ ഇത് ബെഡിൻ്റെ അടിയിൽ തന്നെ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുക അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിന് മര്യാദയ്ക്ക് കിടക്കണമെന്നില്ല, അങ്ങനെ എപ്പോഴും ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഉറങ്ങുക. അങ്ങനെ 2 ആഴ്ച കഴിയുമ്പോഴേക്കും നീന വരും. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ നീനയുടെ അടുത്ത് പറഞ്ഞു, മോളൊക്കെ ചിമ്പൂന്നല്ലെന്ന് തോന്നുന്നു, ഇത്ര ദിവസമായില്ലോ അത് അടുക്കണമെന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്കിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഫോട്ടോ കാണാൻ പറ്റുമ്പോൾ ഞാനിങ്ങനെ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുക്കുമ്പോൾ നീന പറയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നണം. നമുക്ക് അത്രയ്ക്കാണ് കാണാനും അറിയാനും പറ്റണില്ല. പിന്നെ അവസാനം നീന വന്നു കഴിഞ്ഞാൽ വിശ്വാസം നീന വന്നു കഴിഞ്ഞിട്ട് ഇതിനെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കാരണം അല്ലെങ്കിൽ ഞാൻ പിന്നെ അയച്ചിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവില്ലെന്ന് വെച്ചിട്ട് 2 ആഴ്ച കറക്റ്റ് 2 ആഴ്ച കഴിയുമ്പോൾ
നീന വന്നു കഴിഞ്ഞാൽ നീന നോക്കി ആദ്യത്തെ ദിവസം നോക്കി കഴിയുമ്പോൾ അവള് പറഞ്ഞു ചിമ്പുവാണ് മമ്മി എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ അത് കഴിഞ്ഞിട്ട് അന്ന് രാത്രി അത് ഇറങ്ങി കഴിഞ്ഞപ്പോൾ ക്യാമറയിൽ നോക്കി കഴിയുമ്പോൾ കറക്റ്റ് നോക്കി കഴിയുമ്പോൾ നീന മമ്മി ഇത് ചിമ്പു അല്ല എന്ന് പറഞ്ഞു. പിന്നെ അപ്പോൾ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു ചിമ്പു അല്ല എന്ന്. ഇത്ര ദിവസം ഇങ്ങനെ ഇരുന്നല്ലോ. പക്ഷെ നന്നായിട്ട് ഭക്ഷണം കഴിക്കും, നന്നായിട്ട് വെള്ളം കുടിക്കും, നന്നായിട്ട് ബാത്റൂമിലും അത് പോകുന്നുണ്ട്. പിന്നെ പിന്നത്തെ ദിവസമൊക്കെയും അത് ലിറ്റർ ബോക്സ് വെച്ച് കൊടുത്തിട്ട് അതിനകത്താണ് അത് ബാത്റൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ രാത്രിയൊക്കെ ആകുമ്പോൾ താഴത്തേക്കും ഇറങ്ങും. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ജസ്റ്റൊക്കെ നടന്നു കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ അത് കയറി ആ ബെഡിൻ്റെ അടിയിൽ പോകും. വലിയ ഒച്ച കണക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഓടിപ്പോയി ബെഡിൻ്റെ അടിയിൽ പോയി. അങ്ങനെ പിന്നെ അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും നമുക്ക് മനസ്സിലായി ഇത് ചിമ്പു അല്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ വന്നു കഴിഞ്ഞിട്ട് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കേജ് നമ്മൾ എടുത്തിട്ട് ട്രാപ്പ് നമ്മൾ ഒരു ഷെൽട്ടർ ഹോമിൽ പോയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ ഈ ട്രാപ്പ് കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ട്രാപ്പ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ പൂച്ചനെ കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞു ഇങ്ങനെ പൂച്ചനെ കിട്ടി, പക്ഷേ അത് ഞങ്ങളുടെ പൂച്ചയല്ല, അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അപ്പോൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അവർ പറഞ്ഞു അന്ന് പൂച്ചേനെ കൊണ്ടുപോവുക, അവർ അവിടെ ഡോക്ടറാക്കിയിട്ട് അപ്പോൾ അവർ നോക്കിയിട്ട് അതിനെ ന്യൂട്ര ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ന്യൂട്ര ചെയ്യും. പിന്നെ അതിനെ നോക്കിയിട്ട് എന്തെങ്കിലും അസുഖമോ എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോക്കും. അങ്ങനെ അതിനെ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ഇനി കൊണ്ടുവരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമതും ഇതിനെ ട്രാപ്പിൽ വെച്ച് നമുക്ക് പിടിക്കണ്ടേ. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ട്രാപ്പിൽ വെച്ച് പിടിച്ചപ്പോൾ തന്നെ അതിന് ഭയങ്കരമായിട്ട് അത് പേടിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ട്രാപ്പിൽ വയ്ക്കാമെന്ന് വെച്ചപ്പോൾ പിന്നെ ട്രാപ്പിൽ കയറുമെന്നും അറിയത്തില്ല. പിന്നെ ട്രാപ്പിനുള്ളിൽ അതിനെ കയറ്റാന്ന് വെച്ചാൽ ട്രാപ്പിട്ട് പിടിക്കാമെന്ന് വെച്ചപ്പോൾ എനിക്കും ഭയങ്കര വിഷമം. എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ഇതിനടുത്ത് പറഞ്ഞപ്പോൾ ഇനി ഒരു ട്രാപ്പിലും കൂടി കയറിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ചയ്ക്ക് തീരെ വയ്യാണ്ടായി പോകും, അതിനാകെ ഭയങ്കര ടെൻഷനാവും, നമുക്ക് അഴിച്ചിട്ടാന്ന് പറഞ്ഞു. അപ്പോൾ നീന പറഞ്ഞു വേണ്ട അഴിച്ചിട്ടില്ല, ചിലപ്പോൾ ആ പൂച്ചയ്ക്ക് നല്ലതായിരിക്കും, എന്തായാലും ആ പൂച്ചേനെ നമുക്ക് ന്യൂട്ര ചെയ്യേണ്ടത് നമുക്ക് കൂടെ അഴിച്ചിടാനും പറ്റത്തില്ല. കാരണം മറ്റേ കാതിലും ക്യാഷ് കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു ക്യാഷ് പെണ്ണാണ്. അപ്പോൾ ഇതിന് ന്യൂട്ര ചെയ്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്ന് ശല്യം ചെയ്യും. മറ്റേ രണ്ടപ്പം നമ്മുടെ കാതിലും ക്യാഷും കൊടുത്ത് പേടിച്ച് ഓടിപ്പോവുകയും ചെയ്യും. പിന്നെ എന്തായിരുന്നാലും പൂച്ചേനെ നമുക്ക് ഡോക്ടറെ കാണിക്കാം, ഇതിന് വല്ല അസുഖമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നോക്കുകയൊക്കെ ചെയ്യലോ. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് ട്രാപ്പിൽ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഞായറാഴ്ചയുടെ ശനിയാഴ്ച ഞങ്ങൾ ട്രാപ്പ് വെച്ചു. അപ്പം ഞായറാഴ്ച അവിടെ തുറക്കും. അവർ പറഞ്ഞ് രാവിലെ 12 മണിക്കുള്ളിൽ ഞായറാഴ്ച കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ട്രാപ്പിൽ കയറും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല, കാരണം ഒരു പ്രാവശ്യം ട്രാപ്പിൽ കയറി പേടിച്ചതാണല്ലോ, സെയിം ട്രാപ്പ് തന്നെയാണല്ലോ. അങ്ങനെ രാത്രി നമ്മൾ ട്രാപ്പൊക്കെ വെച്ച് പിന്നെ അന്ന് രാത്രി നമ്മൾ ഉറങ്ങിയില്ല, അതിന് നോക്കിയിരിക്കുക ഇത് ട്രാപ്പിൽ കയറണുണ്ടോയെന്ന്. രാത്രി ഒരു 2 മണി ആയി കഴിഞ്ഞപ്പോൾ ഇത് ട്രാപ്പിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഇതിന് ആകെ നമ്മൾ ക്യാമറയിൽ പിന്നെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ, ഇതിന് ആകെ ഭയങ്കര ഇതായി. അത് കൂടിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ പുറത്തേക്ക് പോരാനെങ്കിൽ നോക്കണം. കൂടിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഭയങ്കര അനക്കൊക്കെ മുകളിലുള്ളൂ, ഭയങ്കര സൗണ്ട്. രാത്രി പോർച്ചെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടാണ്. പിന്നെ അത് അവിടെ കിടന്നിട്ട് ചിലപ്പോൾ കൂടിൻ്റെ ഉള്ളിൽ കിടന്നിപ്പോൾ മൂത്രമൊക്കെ ഒഴിച്ച് അവിടെ ഫ്ലോറൊക്കെ ഇങ്ങനെ വുഡുള്ള അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മൂത്രമൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ കുറച്ചെല്ലാം പറഞ്ഞു അതിനെ പിടിച്ചുകൊണ്ടുവന്ന് കൂടെടുത്തുകൊണ്ടുവന്ന് പുറത്തേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ വയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിഷമമാണ്. എനിക്കതിനെ കാണാനേ പറ്റില്ല, കൂടിൻ്റെ ഉള്ളിൽ അത് കിടക്കണത് അങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്. അപ്പോൾ നീന പറഞ്ഞു മമ്മി കൊണ്ടുവന്നൊരു വെക്ക്, പിന്നെ അവൾ പിടിച്ചാലും പൊന്തത്തില്ല, നല്ല വലുപ്പമുണ്ട്. അങ്ങനെ ഞാൻ മീനയുടെ അടുത്ത് പറഞ്ഞു നോക്കി നീ എന്തെങ്കിലും ഒരു തുണി അവിടെ ഉണ്ട് അതിനടുത്ത് കൊടുത്തു, നീ അത് കൊണ്ടുപോയി ആദ്യം മൂടാൻ പറഞ്ഞു. മൂടി വയ്ക്കണം എപ്പോഴും, ഇങ്ങനെ ട്രാപ്പ് ഇട്ടുണ്ടെങ്കിൽ പേടിക്കുകയും ചെയ്യും. മുടിയാണ് ഇവന് നമ്മൾ കാണത്തില്ലല്ലോ. അങ്ങനെ നമ്മൾ അവൾ കൊണ്ടുപോയി മൂടി ഞാൻ അതിനെ എടുത്ത് കൊണ്ടുവന്ന് ഇവിടെ പുറത്ത് വെച്ച്. പുറത്ത് അത്യാവശ്യം അന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചിമ്പോട്ടിന് നമ്മൾ വേറൊരു കംഫർട്ട് നമ്മൾ പുറത്ത് നാട്ടിലേക്ക് പോയപ്പോൾ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു കംഫർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കംഫർട്ടൊക്കെ കൊണ്ടിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ മൂടിയേക്കും വെച്ചു. പിന്നെ അത് അനങ്ങിയൊന്നുമില്ല. അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പേടിയുണ്ട്, തരുന്നതിന് ജീവനുണ്ടാവോ, ഇത് അനങ്ങണമൊന്നുമില്ലല്ലോ. പിന്നെ നീന വന്നിട്ട് പതുക്കെ തുറന്ന് നോക്കിയപ്പോൾ അതിങ്ങനെ പേടിച്ച് ഒരു സൈഡിൽ മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോഴും നമുക്കിങ്ങനെ ഭയങ്കര വിഷമമായി, കാരണം അത് ആകെ ഇങ്ങനെ പേടിച്ച് പോയില്ലോ. നമുക്ക് എപ്പോഴും ഇങ്ങനെ ചിമ്പുവിൻ്റെ ഓർമ്മയാണല്ലോ, ചിമ്പുവിനെയാണ്. അപ്പോൾ ചിമ്പു അല്ലാന്ന് നമുക്ക് മനസ്സിലായല്ലോ. എന്നാലും ഇതിനെ നമ്മൾ ചിമ്പുവിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ അപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ശനിയാഴ്ച അവർ പറഞ്ഞു 9 മണിയാകുമ്പോൾ നമ്മുടെ അടുത്ത് വിളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കൊണ്ടുവല്ലാനാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്തായിരുന്നാലും ഓശാനിയുള്ളൂ, പള്ളിയിലും പോകണമല്ലോ. മലയാളം പള്ളിയിൽ 10 മണിക്ക് കുർബാനയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കി നമുക്ക് 8:45 കൂടെ പോകാം, നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം. എന്നിട്ട് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് വിളിക്കാം. അപ്പോൾ അവർ നേരത്തെ കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ നേരത്തെ കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ മലയാളം പള്ളിയിൽ പോകാം. അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് 9 മണിയാകുമ്പോൾ അവർ തുറക്കുള്ളൂ. അതെ നമ്മളവിടെ എത്താറായിട്ട് നമ്മൾ വിളിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു ഓക്കെ 10 മണിയാകുമ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞു. കാരണം അവർക്ക് അവിടെ തുറന്നിട്ട് അവിടെ കുറേ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ക്ലീനിങ്ങും അവിടെ ഷെൽട്ടറിൻ്റെ ഉള്ളിൽ കുറേ പൂച്ചകളുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കാണിക്കാം. അതിനുള്ളിൽ ഒരു 10-25 പൂച്ചകളൊക്കെ ഉണ്ട്, കുറേ റൂമുകളൊക്കെ ഉണ്ട്. നല്ല രസമാണ്.
അത് നമ്മൾ ഇതിന് മുമ്പ് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കുറേ നേരം നമ്മൾ അന്ന് ഈ പൂച്ചേനെ കൊണ്ടുവരുന്ന കാര്യം ചോദിക്കാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചിമ്പു പോയ വിഷമമുള്ളൂ. അപ്പോൾ നമുക്ക് എവിടെ പൂച്ചേനെ കണ്ടാലും നമുക്ക് ഭയങ്കര ഇതാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അതിന് കുറേ പൂച്ചകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്പോഴും പറയുന്നുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ചിമ്പു ഇല്ലല്ലോ, അപ്പോൾ എന്തായിരുന്നാലും നമുക്കൊരു പൂച്ചേനെ ഒരു പൂച്ചേനെ നമുക്ക് എടുക്കാമെന്നൊക്കെ നമ്മൾ ഒരു പൂച്ചേനെ ചിമ്പുവിൻ്റെ പോലത്തെ വാങ്ങാതൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതിന് മുമ്പ് വേറെ ഒരു കാര്യം ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇത്രയ്ക്ക് വിഷമം ഉണ്ടാകാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിൻ എവിടെയാണ്. ആസ്പിൻ നീയുടെ അടുത്തായിരുന്നു. നീയ 2 ആഴ്ച മുമ്പ് നീയ ആസ്പിനെയും കൊണ്ട് നാട്ടിൽ പോയപ്പോൾ നീയുടെ അവിടെ ആക്കിയിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. നീയുടെ ഫ്രണ്ട്സ് വന്ന് നോക്കാറുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നീയ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് 2 ആഴ്ച മുമ്പ് ആസ്പിനെ കൊണ്ടുവന്ന് ഒരാഴ്ച അവന് കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ പോയി നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ആസ്പിനെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് ആ സമയത്ത് നീന വന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ സന്തോഷമായി, കാരണം ഇവരെങ്കിലും ഒരാളുണ്ടല്ലോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് അതും ഒരു ശനിയാഴ്ച വൈകിട്ട് അവൻ പോയി കഴിഞ്ഞിട്ട് ഇവൻ തിരിച്ച് വന്നില്ല. ഞായറാഴ്ചയും അപ്പോൾ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചിലപ്പോഴേക്ക് അവൻ ചിലപ്പോൾ രാത്രി ചിലപ്പോൾ തിരിച്ച് വരാണ്ട് അങ്ങനെ ഇരിക്കാറുണ്ട്. ചിലപ്പോൾ ഇവിടേക്ക് ഇങ്ങനെ നടന്ന് ഒരു വെളുപ്പിനൊക്കെ ആകുമ്പോഴേക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പോൾ പിള്ളേർ പറഞ്ഞു അവൻ വരെയായിരിക്കും, അവനെങ്ങും പോവില്ല മമ്മി എന്ന് പറഞ്ഞു. ഞായറാഴ്ച നേരം വെളുത്തിട്ടും വന്നില്ല, ഞായറാഴ്ച വൈകുന്നേരമായിട്ടും പൂച്ച വന്നില്ല, തിങ്കളാഴ്ചയും വന്നില്ല, ചൊവ്വാഴ്ചയും വന്നില്ല, ബുധനാഴ്ചയും വന്നില്ല, വ്യാഴാഴ്ചയും വന്നില്ല, ആഴ്ച വന്നില്ല. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ചിമ്പുവും പോയി ആസ്പിനും പോയി. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഈ ഇവിടുത്തെ ഇങ്ങനെ ഓരോ സൈറ്റിൽ അതിനകത്തേക്ക് ഇങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലേക്ക് ഇങ്ങനെ ആരോ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇവിടെ കയോട്ടി എന്ന് പറഞ്ഞിട്ട് ചെന്നായ കുറുക്കനെ സാധാരണ പൂച്ചേനെ പിടിക്കില്ല, കയോട്ടി ഇങ്ങനെ ഇവിടെ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓക്കെ ആസ്പിനെയും പിടിച്ചുകൊണ്ടുപോയി, കയോട്ടി ചിമ്പുവിനെയും പിടിച്ചുകൊണ്ടുപോയി. 2 പേരും മിസ്സിങ് ആയിപ്പോയല്ലോ. അപ്പോൾ ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളെ ഈ താറാവിനെയും കോഴിനെയൊക്കെ നമ്മൾ അയച്ചിട്ടുണ്ടെങ്കിൽ താറാവിനെ ഏറ്റവും ലേറ്റായിട്ടാണ് നല്ല ഇരുട്ടായിട്ടാണ് ഞാൻ കൂട്ടിൽ കയറ്റുന്നത്. അപ്പോൾ ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറയുന്നത് മോളെ ഈ കോഴിയുടെ ഇതിൻ്റെയൊക്കെ മണക്കി പിടിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും കയ്യോട്ടി ആണെങ്കിലും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നാലും ഇവിടെ വരും. ഈ രാത്രിയൊക്കെ താറാവുകൾ അവിടേക്ക് ഏറ്റവും ബാക്കിലേക്ക് പോയി നിൽക്കുന്നതല്ലേ, അപ്പോൾ എന്തായിരുന്നാലും അവർ വരും എന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ വിചാരിച്ചു വല്ലവരും അങ്ങനെ ട്രാപ്പ് വെച്ചിട്ട് ഇവർ 2 പേരും അങ്ങനെ പിടിച്ചു കൊണ്ടുപോയോ അല്ലെങ്കിൽ ആ കയോട്ടി വന്നിട്ട് കൊണ്ടുപോയോ. നമ്മൾ വിചാരിച്ചു ഓക്കെ 2 പേരും പോയിന്ന് വിചാരിച്ചു. നമുക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ വേണ്ടിയിട്ട് പറ്റണില്ല. നീന വരുന്നതിന് മുമ്പായിട്ട് ആസ്പിനെ കാണാണ്ടായിരുന്നു. അപ്പം നീന വന്നു കഴിഞ്ഞപ്പോൾ നീനയ്ക്കാണെങ്കിലും ഭയങ്കര വിഷമമായി. 2 പേരും പോയില്ലോ, ഒറ്റയടിക്കല്ലേ. നമ്മൾ ആസ്പിൻ പോയതിൻ്റെ വിഷമം നമുക്ക് മാറിയിട്ടില്ല, അതിൻ്റെ ഒപ്പം ചിമ്പു പോയതിൻ്റെ വിഷമം നമുക്ക് മാറിയിട്ടില്ല, അതിൻ്റെ ഒപ്പം ആസ്പിനും പോയി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പൂച്ചേനെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ട്രാപ്പ്, അപ്പോൾ ആക്കി ആസ്പിൻ പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഓശാനയുടെ ആ ശനിയാഴ്ച നമ്മൾ ഷെൽട്ടറിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇവനെ നമുക്ക് ഇവിടുന്ന് മാറ്റണമല്ലോ, കാരണം നമ്മുടെ പൂച്ചയില്ല, പിന്നെ അത് അനങ്ങണമില്ല, നമ്മുടെ അടുത്ത് അടുക്കണമില്ല, നമുക്ക് അതിനെ വെച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര വിഷമമായി ഈ പൂച്ചകളെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് നമുക്ക് ഒരു കുഞ്ഞു പൂച്ചേനെ നമുക്ക് എന്തായിരുന്നാലും വാങ്ങണം. അപ്പോൾ ഞാൻ എവിടെ പോയിരുന്നാലും ആസ്പിൻ്റെ പോലത്തെ ചിമ്മിൻ്റെ പൂച്ചയൊക്കെ ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ നോക്കാം. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ കുറേ പൂച്ചകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്, നല്ല അണക്കുണ്ടാവും ഇതൊക്കെ. അങ്ങനെ ഓക്കെ. എന്നിട്ട് നമ്മൾ ആ പൂച്ചേനെ നമ്മൾ ചിമ്പുവിൻ്റെ പോലെ ഇരിക്കുന്ന പൂച്ചയുണ്ടല്ലോ, ആ പൂച്ചേനെ അന്ന് നമ്മൾ അവിടെ കൊണ്ടുപോയി നമ്മൾ കൊടുത്തു. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ വന്ന് നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് പറഞ്ഞു ഇത് ആരെങ്കിലും വളർത്തിയ ഡൊമസ്റ്റിക് കാറ്റാണോ എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ പുറത്ത് നടന്ന പൂച്ചയാണോ എന്ന് നമുക്ക് അത്രയ്ക്ക് അറിയില്ലല്ലോ, ഇതിന് ന്യൂട്രി ചെയ്തിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പോൾ ന്യൂട്രി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നത് ഇന്ന് ചൊവ്വാഴ്ച കേട്ടോ, ഇന്നാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പം നാളെയാണ് അവർ ന്യൂട്രി ചെയ്യുന്ന ദിവസം. അപ്പോൾ നാളെ ന്യൂട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ന്യൂട്രി ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. നാളെ ന്യൂട്രി ചെയ്ത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ച അവർ നമ്മളതിനെ വിളിക്കുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് ആരെങ്കിലും വളർത്തിയ പൂച്ചയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവരുടെ അടുത്ത് ഇണങ്ങനൊക്കെ ഉണ്ട്. ഇപ്പോൾ അത് കൂടിൻ്റെ ഒക്കെ ഉള്ളിൽ ഇരുന്നപ്പോൾ അതിങ്ങനെ ഇതായിരുന്നല്ലോ, ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ ന്യൂട്രി ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എന്തായിരുന്നാലും ആരെങ്കിലും ചിലപ്പോൾ അതിനെ വളർത്തിയതായിരിക്കും, കാരണം അതിൻ്റെ ചെവിട് കട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വളർത്തിയേക്കണം പൂച്ചയായിരിക്കും, അല്ലെങ്കിൽ അത്
ന്യൂട്രൽ ചെയ്തിട്ടില്ല, പിന്നെ ചെവിടും കട്ട് ചെയ്തിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് നടക്കുന്ന പൂച്ചയാണ്. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡൊമസ്റ്റിക് ആയിട്ടാണ്, ഇതിനെ ആരെങ്കിലും വളർത്തിയേക്കണ പൂച്ചയാണ്. ഇതിപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഇങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കുറച്ച് നല്ല ഫ്രണ്ട്ലിയൊക്കെ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ വേറെ പൂച്ചകളൊക്കെ അവർ നോക്കണുണ്ടല്ലോ ഷെൽട്ടറിൽ, അതിൻ്റെ ഒപ്പം ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ചേനെ അവർ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ $100 നമ്മൾ കൊടുക്കണം. നമ്മൾ ആ പൂച്ചേനെ അവരവിടെ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ നമ്മളത് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് ഇനിയിപ്പോൾ ആ പൂച്ചേനെ നമുക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡൊമസ്റ്റിക് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. $80 നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂച്ചേനെ നമ്മൾ അവർക്ക് തരും. പുറത്ത് നടക്കുന്ന പൂച്ചയെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ന്യൂട്രും ചെയ്തിട്ടില്ല, ചുവടും കട്ട് ചെയ്തിട്ടുണ്ടല്ലോ. പുറത്ത് നടക്കുന്ന പൂച്ചയെന്ന് ആണെങ്കിൽ ആ പൂച്ചയ്ക്ക് നമ്മൾ പിന്നെ ഒറ്റ പൈസ കൊടുക്കണ്ട, നമുക്ക് ആ പൂച്ചേനെ അവർ നമുക്ക് തരും. എന്നിട്ട് അവർ പറഞ്ഞത് ഈ പൂച്ചേനെ എവിടെയാണ് നമുക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് നമ്മുടെ അടുത്ത് തുറന്നു വിടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വ്യാഴാഴ്ചയാണ് ഇനി അതിൻ്റെ കാര്യങ്ങൾ അറിയുള്ളൂ. പിന്നെ അതിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന് അവർ നോക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ആൻറ്റിബയോട്ടിക്കോ ഇഞ്ചക്ഷനോ ഒക്കെ കൊടുക്കും. അപ്പോൾ അതിൻ്റെ പൈസ നമ്മൾ കൊടുക്കണമെന്ന് പറഞ്ഞു. അവരുടെ അത്രയ്ക്കധികം ഫണ്ടില്ലാന്ന് പറഞ്ഞു. ഓക്കെ, അത് അപ്പോൾ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഇഞ്ചക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് അങ്ങനെ കുഴപ്പമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്തു അതിൻ്റെ പൈസ നമ്മൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ആ പൂച്ചേനെ നമ്മളോട് ഏൽപ്പിച്ചിട്ട് പോകുന്നു. പക്ഷെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെന്നപ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് നോക്കണുണ്ട്. നമ്മൾ സൺഡേ രാവിലെയാണല്ലോ ചെന്നത്. അപ്പോൾ അവരവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പൂച്ചകൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ ഒന്നും എടുത്തില്ല. അവരോട് ചോദിച്ചിട്ട് വേണമെങ്കിൽ വീഡിയോ എടുക്കാം. പൂച്ചകൾക്ക് കളിക്കാൻ വേണ്ടി കുറേ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ 4-5 വളണ്ടിയറായിട്ട് അവർ വർക്ക് ചെയ്യുന്നതാന്ന് തോന്നുന്നു. അവിടെ അങ്ങനെ ആൾക്കാരുണ്ട്. അവരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെന്ന സമയത്ത് ഈ ടോയും സാധനങ്ങളൊക്കെ എല്ലാത്തിനും വാഷിംഗ് മെഷീനിലൊക്കെ ഇട്ട് കഴുകി നല്ല ഡ്രൈ ഒക്കെ ആക്കിയിട്ട് ഓരോന്നിൻ്റെ ഓരോ റൂമുകളിൽ കുറേ റൂമുകളുണ്ട്. ഒന്ന് അടച്ചൊന്നും ഇട്ടിട്ടില്ല, അങ്ങോട്ട് കുട്ടിക്ക് അങ്ങോട്ട് പോകും. അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ വെച്ചിട്ട് കളിക്കും. അതൊക്കെ കഴുകി നന്നായിട്ട് വാഷ് ചെയ്ത് ഓരോ റൂമിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നൊക്കെ ഇട്ടുണ്ട്. അതേപോലെ ഇങ്ങനെ ഭയങ്കര നന്നായിട്ടാണ് നോക്കണത്. അതിൻ്റെ ഉള്ളിലൊക്കെ ചിലപ്പോൾ നല്ലതാണ്, അങ്ങനെ മണമൊന്നുമില്ല, നല്ലതാണ്. പിന്നെ എല്ലാ പൂച്ചകളും ലിറ്റർ ബോക്സിലൊക്കെ കുറേ പൂച്ചകളും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഈ പൂച്ചേനെ അവർ എടുത്തു കൊണ്ടുപോയി ട്രാപ്പേപ്പാടി എടുത്തു കൊണ്ടുപോയിട്ട് അവർ പറഞ്ഞു അവിടെ ഈ പൂച്ചേനെ കെട്ടാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു റൂമുണ്ട്. ആ റൂമിൻ്റെ ഉള്ളിൽ അവരാക്കി. പിന്നെ അതിന് ഹൈഡ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വേറെ എന്തോ സാധനം ഉണ്ടെങ്കിൽ അത് പൂച്ചകളൊക്കെ വരുമ്പോൾ സാധനം അവിടെ വെക്കുന്നു. അപ്പോഴും നമുക്ക് സന്തോഷമായി. കാരണം ഇത് വീട്ടിലിരുന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇത് ബെഡിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന കണ്ട് എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ആഴ്ച ഇതിനെ ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. കാരണം ഞാൻ അതിനെ കൊണ്ടുവരികയും ചെയ്തു. ആദ്യം ഒരാഴ്ച നമ്മൾ വിചാരിച്ചു ചിമ്പു എന്ന് വിചാരിച്ചു. പിന്നെ അത് ചിമ്പു അല്ല, പിന്നെ അത് പുറത്തേക്ക് ഇറങ്ങണില്ല. അതിങ്ങനെ അതിൻ്റെ ഉള്ളിലിരിക്കുകയാണെമ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഭയങ്കര വിഷമം. പക്ഷെ അവരവിടെ കൊണ്ടുപോയി ആ റൂമിൻ്റെ ഉള്ളിലാക്കി കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ അടുത്ത് പറഞ്ഞു ഇനിയിപ്പോൾ അതിന് സ്വസ്ഥമായിട്ട് അതിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് ഇരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഇനിയിപ്പോൾ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഇനിയിപ്പോൾ വ്യാഴാഴ്ച അപ്പം അവർ നാളെ അവർ നോക്കിയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ നീനെ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂച്ച ആരോ വളർത്തിയിരുന്ന പൂച്ചയാണെന്നാണ് പറയുന്നത്. കാരണം ഈ പൂച്ചേനെ നമ്മുടെ ചിമ്പുവിനെ കാണാണ്ടായ ആ രാത്രിയാണ് ഒരു സ്ട്രീറ്റിൽ നമ്മൾ കണ്ടെന്ന് പറഞ്ഞത്. അന്ന് അവർ അതിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ടായിരുന്നു. അന്ന് അവർ എഴുതിയിട്ടുണ്ട് ഈ പൂച്ച ആരോ വളർത്തുന്ന പൂച്ചയെന്ന് തോന്നേ. കാരണം ഇത് ഏറ്റവും ചെന്ന ആ വീട്ടിലുണ്ടല്ലോ, ആ വീട്ടിലും അവർക്ക് പുറത്ത് നമ്മുടെ കാച്ചിലും കാഷിൻ്റെ പോലത്തെ പൂച്ചകളുണ്ട്. അപ്പോൾ ഈ പൂച്ച അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അതൊരു സൈഡിൽ നീങ്ങിയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പൂച്ചകളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഈ പൂച്ച വന്നിട്ട് ഫുഡ് കഴിച്ചത്. പക്ഷേ ആ പൂച്ചയ്ക്ക് വിശക്കണുണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. കുറച്ച് വെറ്റ് ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ, ഡ്രൈ ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ അന്ന് തന്നെ ആ പൂച്ച അവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ആരും വളർത്തിയിരുന്ന പൂച്ചയായിരിക്കാം. അത് കഴിഞ്ഞിട്ടാണ് വലിയ സ്നോ സ്ട്രോം കൂടെ വന്നത്. അപ്പോഴാണ് ഈ പൂച്ചയുടെ മേലൊക്കെയും ഇതേപോലെ ഇങ്ങനെ രോമയ്ക്കിന് ഭയങ്കരമായിട്ട് കട്ടയൊക്കെ പിടിച്ച് എനിക്കാണ് ആ സമയത്ത് അതിന് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ മുഖമൊക്കെ അത്രയ്ക്ക് അധികം മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിക്കുന്നത് ചിലപ്പോൾ അതിനെ ആരെങ്കിലും വളർത്തി അങ്ങനെ പൂച്ചയായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരെങ്കിലും വളർത്തിയാങ്ങനെ പൂച്ചയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നല്ലെങ്കിൽ നമുക്ക് തരുമെന്ന് പറഞ്ഞല്ലോ, $80 എടുത്താൽ നമുക്ക് തരുമെന്ന് പറഞ്ഞാൽ അത് നീനയുടെ അടുത്തോളം നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു. അത് ഇപ്പോൾ പിന്നെ നീനയും പറഞ്ഞു ഓക്കെ നമുക്ക് ആരെയും വളർത്തിയിരുന്ന പൂച്ചയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് തന്നെ കൊടുക്കാം. കാരണം അവരുടെ അതിൻ്റെ ഉള്ളിൽ അതിന് സുഖമായിട്ട് നിൽക്കാം. കാരണം അവർ സുഖമാണല്ലോ. ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായിരുന്നല്ലോ അതിനകത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാരണം അത് ചിലപ്പോൾ അത് അകത്തൊക്കെ ചിലപ്പോൾ മൂത്രമൊക്കെ ഒഴിക്കും. അപ്പോൾ എന്തായിരുന്നാലും
അങ്ങനെ ഒരു ദിവസം അത് മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വന്നു കഴിയുമ്പോൾ ഞാൻ അടുക്കളയിൽ ഒരു ടർക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അതിന് മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നാലും പറ്റില്ല. അപ്പോൾ ആരെങ്കിലും വളർത്തിയേക്കണ പൂച്ചയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് അവർക്ക് തന്നെ കൊടുക്കാം. ഇപ്പോൾ ആരും വളർത്തിയേക്കണ പൂച്ചയല്ല, നമുക്ക് തിരിച്ച് തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്ക് കിട്ടിയോട് തന്നെ നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം ആ പൂച്ച അവിടെ പുതിയതായിട്ട് വന്നതാണ്. അപ്പോൾ പിന്നെ നമ്മളിനി അവിടെ കൊണ്ടുവന്ന് അതിന് തുറന്നിടുമ്പോൾ പിന്നെ അതിന് ചിലപ്പോൾ പാടായിരിക്കും. ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കൊണ്ടിട്ട് നമുക്ക് ഗ്രീൻ ഹൗസിൽ വെക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ദിവസത്തേക്ക് ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് പുറത്തേക്ക് അതിന് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷേ അത് നല്ല പൂച്ചയായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ചിമ്പുവിൻ്റെ പോലെ തന്നെ ഇരിക്കും. ലുക്കൊക്കെ ശരിക്കും നമ്മുടെ ചിമ്പുവിൻ്റെ പോലെയാണ്. പക്ഷേ ഇരുന്ന് അതിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മാറി, രോമൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ചിമ്പുവിൻ്റെ പോലെ ഉണ്ട്. ആ പൂച്ചയ്ക്ക് ഞാനൊരു പേരിട്ടത് ചെമ്പൻ എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെമ്പൻ്റെ വിശേഷം കഴിഞ്ഞാൽ നമുക്ക് വ്യാഴാഴ്ച അറിയുള്ളൂ. കാരണം ചിലപ്പോൾ ചിമ്പു പക്ഷേ വരുമെന്ന് തന്നെയാണ് ഞാനും വിചാരിച്ചിട്ടിരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ ഈ പൂച്ചയ്ക്ക് നമ്മൾ കാരണം അതിനും ഒരു ഉപകാരം കിട്ടി. കാരണം അതിനെ നമ്മൾ കൊണ്ടുപോയി ന്യൂട്രൊക്കെ ചെയ്ത് അതിനിപ്പോൾ വല്ല അസുഖമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ആൻറ്റിബയോട്ടിക്കൊക്കെ കൊടുത്ത് അതിനെ നമുക്ക് അങ്ങനെ നന്നാക്കിയിട്ട് നമുക്കതിനെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്ന് നമ്മൾ വിചാരിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ ആസ്വിൻ പോയില്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാനും നീനയും ഇന്ന വിഷമമെന്ന് പറഞ്ഞപ്പോൾ നീനയ്ക്കാന്ന് വെച്ചാൽ ഭയങ്കര വിഷമമായി. കാരണം ആസ്പിൻ നീനയുടെ ബെഡിൻ്റെ അവിടെ സൈഡിലാണ് എപ്പോഴും കിടന്നുറങ്ങുന്നത്. രണ്ടുപേരും പോയല്ലോ. അങ്ങനെ നിന്നു. അത് കഴിഞ്ഞിട്ട് ഈ പൂച്ചേനെ നമ്മൾ കൊണ്ടുവന്നാക്കിയെന്ന് പറഞ്ഞില്ലേ ഓശാനയുടെ അന്ന്, അതിന് മുമ്പത്തെ ദിവസം ശനിയാഴ്ച അലീന കാനഡയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട്. അപ്പോൾ അവിടെ ഒരു കത്തീഡ്രൽ ചർച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചർച്ചിൽ ആദ്യമായിട്ടാണല്ലോ അവൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഫോട്ടോ അയച്ചു. അപ്പോൾ ഞാൻ ശനിയാഴ്ച അലീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു മോളെ ചിമ്പുവിനും ആസ്പിനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവൾ പള്ളിയിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു പള്ളിയിലേക്ക് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഏതെങ്കിലും നമ്മൾ പുണ്യസ്ഥലത്ത്, പള്ളിയിലല്ല ഏത് പുണ്യസ്ഥലത്തായിരുന്നാലും ചിലപ്പോൾ നമ്മൾ പറഞ്ഞ് കേൾക്കണതല്ലോ. നമ്മൾ ഏതെങ്കിലും ആദ്യമായിട്ട് ചെല്ലുന്ന സ്ഥലത്ത് നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന നടക്കുമെന്ന് പറയുമല്ലോ. അപ്പോൾ ഞാൻ നീനയുടെ അടുത്ത് ഞാൻ പറഞ്ഞു വരിയായിരിക്കും, അലീനയും പോയിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അവൻ എന്തായിരുന്നാലും വരുമെന്ന് ഞാൻ പറഞ്ഞു. അതും പോരാത്തിന് ഞാനിവിടെ ഇരിക്കുന്ന വീടിൻ്റെ അവിടെ ഞങ്ങളുടെ ഈ ഗരാജിൻ്റെ നേരെ ബാക്കിലായിട്ട് വലിയൊരു മരമുണ്ട്. അപ്പുറത്തെ വീട്ടുകാരുടെ മരമാണ്, വലിയ മരമാണ്. അപ്പോൾ ചിമ്പുവിനെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. ചിമ്പു പോയി കഴിയുമ്പോൾ നിങ്ങളോട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിമ്പു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അവനെ ഞാനിങ്ങനെ കോരി എടുക്കണത് ഞാൻ സ്വപ്നം കണ്ടിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ്പിന് പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും അന്നും പിറ്റേ ദിവസം ഞാനും സ്വപ്നം കണ്ടു ഇവന് ആ വലിയ മരത്തിൻ്റെ മുകളിൽ ഇരിക്കണത്. അത് സ്വപ്നം അത്ര കണ്ടുള്ളൂ. അപ്പോഴേക്കും നേരം വെളുത്തന്നെ ഞാൻ സ്വപ്നം കണ്ടത്. അപ്പോൾ ഈ പോൾസേട്ടൻ ചായ എന്ന് പറഞ്ഞിട്ട് ചായ ഉണ്ടാക്കി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്വപ്നം പോയി. അന്ന് പോൾസേട്ടൻ ഞാൻ കുറേ ചീത്ത പറഞ്ഞു, സ്വപ്നം ഞാൻ മുഴുവനാക്കിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടു ആ മരത്തിൻ്റെ മുകളിൽ അവൻ ഇരിക്കുന്നത് ഞാനും സ്വപ്നം കണ്ടു. ആസ്പിൻ എന്തായിരുന്നാലും ആസ്പിനും വരും എന്നിങ്ങനെ പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഞായറാഴ്ച അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴേക്കും നേരം ലേറ്റായി. പിന്നെ നമ്മൾ ഇംഗ്ലീഷ് പള്ളിയിൽ പോയി. ഇംഗ്ലീഷ് പള്ളിയിൽ 12 മണിക്ക് കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കുരുത്തോലേക്ക് കിട്ടും. അങ്ങനെ നമ്മൾ ആ ഇംഗ്ലീഷ് പള്ളിയിൽ നമ്മൾ പോയി കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ഇഷ്ടമില്ല. കാരണം എപ്പോഴും കുറ്റങ്ങളുടെ വിചാരമാണ്. അപ്പോൾ ഞാൻ നീനേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു അതിന് മുന്നത്തെ ആഴ്ച ഞങ്ങൾ പോയിട്ട് കോഴിത്തീറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് ചെന്നപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കോഴിക്കുഞ്ഞുങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നീനേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് കോഴിത്തീറ്റ വാങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കോഴിത്തീറ്റ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അതിന് മുമ്പത്തെ ആഴ്ച പോയിട്ട് നമ്മൾ കോഴിത്തീറ്റ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നീനേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് എന്തായിരുന്നാലും അവിടേക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോയിട്ട് നമുക്ക് കോഴിത്തീറ്റ നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കോഴിത്തീറ്റ വാങ്ങിച്ച് ഗരാജിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോഴിത്തീറ്റ രണ്ടാമത് നമ്മൾ ഒരു 3 കോഴിത്തീറ്റ നമ്മൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ത്യൻ കടയിലൊക്കെ പോയി നമ്മൾ തിരിച്ച് വൈകുന്നേരമായപ്പോൾ നമ്മൾ ഒരു 4 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സാധാരണ ഞാൻ കോഴിത്തീറ്റൊക്കെ ചിലപ്പോൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കാറിൻ്റെ ബാക്കിൽ ചിലപ്പോൾ 2 ദിവസം ചിലപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാം. അന്ന് ഞാൻ ഇന്ത്യൻ കടയിലേക്ക് നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ കൈയോടെ തന്നെ ഇനിയിപ്പോൾ കോഴിത്തീറ്റ അങ്ങോട്ട് എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ വണ്ടിയുടെ ഉള്ളിൽ തന്നെ ഇരിക്കും, 2 ദിവസമൊക്കെ എടുക്കും ചിലപ്പോൾ ഞാൻ എടുത്ത് വയ്ക്കാമെന്ന് വെച്ചിട്ട്. അത്ഭുതം എന്ന് പറയട്ടെ, ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഗരാജ തുറന്ന വഴിക്ക് തന്നെ ഒരു പൂച്ചയുടെ സൗണ്ട്, ചെറിയൊരു സൗണ്ട്. ഞാൻ പെട്ടെന്ന് എവിടെ നിന്ന് പൂച്ചയുടെ സൗണ്ട്, കുഞ്ഞു പൂച്ചയുടെ സൗണ്ട് പോലെ എവിടെ നിന്ന് പൂച്ചയുടെ സൗണ്ട് പറഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ എന്താ നമ്മുടെ ആസ്പിൻ ഗരാജിൻ്റെ ഉള്ളിൽ നിന്ന് ഒറ്റച്ചാട്ടം. അപ്പോൾ ആസ്പിൻ അതിൻ്റെ ഉള്ളിലിരിക്കുകയായിരുന്നു. അതിന് മുമ്പത്തെ ശനിയാഴ്ച നമ്മളിവിടെ ബേസ്മെൻറ്റിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ പണിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ
അതിന് മുമ്പത്തെ ശനിയാഴ്ച വൈകിട്ട് നമ്മൾ അവർക്ക് ഗരാജ് ഒരു സാധനങ്ങൾ കൊണ്ടുവന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗരാജ് തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോൾസറെ പറഞ്ഞ പോൾസറെ അപ്പം തന്നെ അടച്ചു എന്ന് പോൾസറിന് തോന്നണം. പോൾസറിന് അത്ര ഓർമ്മയില്ല. നമ്മൾക്ക് റിമോട്ടും വെച്ചിട്ട് അടയ്ക്കാം. എപ്പോഴും നമ്മൾ റിമോട്ടും വെച്ചിട്ട് നമ്മൾ അടയ്ക്കാം. പിന്നെ അന്ന് അടച്ചോണോ അപ്പോൾ അന്ന് നമ്മൾ 6 മണിക്ക് അടച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നല്ലോ ആസ്മിനെ ഞാൻ തുറന്ന് വിട്ടേക്കുന്നത്. ഞാനൊരു 8 മണി ആയപ്പോഴാണ് ഞാൻ ആസ്മിനെ തുറന്നു വിട്ടത്. അപ്പോൾ എന്തായിരുന്നാ കയറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചിലപ്പോൾ നമ്മൾ ഗരാജ് ചിലപ്പോൾ അടച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ ഞായറാഴ്ച രാവിലെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ ഗരാജ് നമ്മൾ റിമോട്ട് വെച്ച് അടച്ചിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും പിന്നെ ഞാൻ ആ ഗരാജ് ഞങ്ങൾ രണ്ടുപേരും നമ്മൾ തുറന്നിട്ടില്ല. അപ്പോൾ ഒരാഴ്ച അവൻ ആ ഗരാജിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു വീഡിയോ കാരണം നമ്മൾ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് എൻ്റെ ജാക്കറ്റിൻ്റെ പോക്കറ്റിൻ്റെ ഉള്ളിൽ ആ സമയത്ത് ഇവൻ ഓടിയ സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനെ കണ്ടു കഴിയുമ്പോൾ എനിക്ക് സന്തോഷമായി. അപ്പോൾ ഞാനത് വീഡിയോയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്, നിങ്ങളെ കാണിച്ചു തരാട്ടോ. സത്യം എന്നിട്ട് ഇത് പൂച്ച ഒരാഴ്ചയായില്ലേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അവൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് വേഗം ഓടിയിട്ട് നമ്മുടെ അവിടെ താഴത്തെ ഡോറുണ്ടല്ലോ, ആ ഡോറിൻ്റെ ഇടയ്ക്ക് അവൻ അതിലേ കയറാറുണ്ട്. അവിടെ പോയിട്ട് ഞാൻ പിടിക്കാൻ വേണ്ടി ചെന്നപ്പോഴേക്കും വേഗം പോയിട്ട് അവിടെ പോയിട്ട് നിന്നു. അപ്പോഴേക്കും ഞാൻ നീനേനെ ഓടൊക്കെ വിളിക്കാം. എനിക്ക് ഭയങ്കര ഇതായിട്ടാണ്. അപ്പം നീന പറയായിരുന്നു മമ്മി അങ്ങോട്ട് ഗരാജ് തുറന്നപ്പോൾ ഡെഡ് ബോഡി കണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അവൾ ഓടി വരാൻ അതേപോലെ കിടന്നിട്ട് വിളിക്കുന്നത്. പിന്നെ ഓടിപ്പോകാൻ കാരണം ഞാൻ പേടിച്ചു. കാരണം ഇത് പിന്നെയും പേടിച്ചിട്ട് ഇനി അത്ര ദിവസം അതിൻ്റെ ഉള്ളിൽ കിടന്നല്ലേ, പേടിച്ചിട്ട് ഇനി അങ്ങനെ എവിടെയെങ്കിലും ഓടിപ്പോയാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ നീന വേഗം ഓടി വന്ന് അവനെ എടുത്തു കൊണ്ടുവന്ന വീഡിയോ ഞാൻ പിടിച്ചിട്ടുണ്ട്. വീഡിയോ നിങ്ങളെ കാണിക്കാം. അങ്ങനെ വേഗം എടുത്തു കൊണ്ടുവന്നു. കാരണം ഞാൻ പറഞ്ഞു വേഗം കൊണ്ടുപോയിട്ട് മോളെ അതിന് വെള്ളം കൊടുക്കുന്നു പറഞ്ഞു. അങ്ങനെ തന്നെ അവനെ എടുത്തു കൊണ്ടുവന്ന് വേഗം കൊണ്ടുവന്ന് വെള്ളം കുറച്ച് കൊടുത്തു. ഭക്ഷണം ഒന്നും കൊടുത്തിട്ട് അപ്പോഴൊന്നും കഴിച്ചിരുന്നില്ല. സൗണ്ട് പോയിട്ടുണ്ടായിരുന്നു. സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. അതിന് മുമ്പുണ്ടല്ലോ ഈ നീന വന്നു പിന്നെ ഒരാഴ്ച ആയിട്ടുണ്ടോ പിന്നെ നമുക്ക് കിട്ടിയേക്കണം. ഒരാഴ്ച അതിനുള്ളിൽ കിടക്കായിരുന്നു. കാരണം പിന്നെ ഈ വണ്ടി ഇതൊക്കെ പോണ സൗണ്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ ഷട്ടറാണല്ലോ ഇട്ടേക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇതിന് വിൻഡോസൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇവൻ കിടന്ന് കരയുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കേൾക്കണില്ലല്ലോ. അപ്പോൾ നീന വന്നു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി നീന പറഞ്ഞു എന്തോ സൗണ്ട് പൂച്ചയുടെ എന്തോ ഒരു സൗണ്ട് പോലെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം ഒന്ന് പുറത്ത് നമ്മൾ നോക്കി കഴിഞ്ഞു. നമ്മൾ എപ്പോഴും നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും രാത്രി വരും എന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് സൗണ്ട് കേട്ടാലും നമ്മൾ വേഗം ഓടി വന്നിട്ട് നമ്മൾ ഈ ഡോറ് തുറന്ന് നോക്കണത്. നോക്കി കഴിയുമ്പോൾ ആരെയും കണ്ടില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ രാത്രി ഇങ്ങനെ തന്നെ പൂച്ചയുടെ കരച്ചിൽ ഞാനിങ്ങനെ എന്തൊരു സൗണ്ടാണെന്ന് എനിക്ക് പറ്റില്ല, എന്തോ ഒരു കരച്ചിൽ കേട്ടു. അപ്പോൾ ഞാൻ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ബെഡ്റൂമിൻ്റെ ജനലിൽ ഞാൻ കുറച്ച് തുറന്ന് വെച്ചു. നല്ല തണുപ്പുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചു എന്തായാലും തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേൾക്കാമല്ലോ എന്ന് വെച്ചിട്ട് തുറന്ന് വെച്ചിട്ട് പിന്നെ കിടന്നുറങ്ങിയത്. എനിക്ക് തോന്നുന്നു അപ്പോൾ ഇങ്ങനെ രാത്രിയൊക്കെ ആകുമ്പോൾ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ ഷട്ടറിൻ്റെ അവിടെ ചെറുതായിട്ട് ഒരു ചെറിയൊരു ഹോൾ വലിയുണ്ട്. അതിനുള്ളിൽ കൂടെ എങ്ങനെ നമ്മൾ ഇവൻ്റെ സൗണ്ട് നമ്മൾ കേട്ടതായിരിക്കും. അങ്ങനെ ആസ്പിനെ നമുക്ക് കിട്ടി. അപ്പോൾ പിന്നെ ആസ്പിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവന് വലിയ ക്ഷീണമൊന്നും അവന് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഉള്ളിൽ അവൻ മൂത്രം ഒഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ആസ്പിന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം നീയ അവിടുന്ന് DC കൊണ്ടുവരുമ്പോൾ ഇടയ്ക്ക് ട്രാഫിക്കൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ 5-6 മണിക്കൂറൊക്കെ എടുക്കുക. എന്നാലും അവൻ ബാത്റൂമിൽ പോയില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് അവൻ ലിറ്റിൽ ബോക്സിൽ മാത്രം അവൻ ബാത്റൂമിൽ പോകും. പക്ഷേ ഈ ഒരാഴ്ച അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ബാത്റൂമിൽ പോയിട്ടില്ല, മൂത്രം ഒഴിച്ചിട്ടില്ല, ഒന്നും അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തുറന്ന് തന്നെ ഭയങ്കര മണമുണ്ടാവും. എങ്ങനെ അവൻ അതിൻ്റെ ഉള്ളിൽ കയറിയെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഞാൻ വിചാരിക്കുന്നത് ചിലപ്പോൾ അന്ന് ശനിയാഴ്ച എങ്ങാനും തുറന്നപ്പോൾ ചിലപ്പോൾ അവൻ കയറിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ റിമോട്ട് വെച്ച് അടയ്ക്കുമ്പോൾ അറിയില്ലല്ലോ. അങ്ങനെ പതുക്കെ ചെന്നിട്ട് ഡോറിങ്ങനെ അടഞ്ഞു പോകും. അപ്പം അങ്ങനെ കയറിയതായിരിക്കും. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ ഹോളുകളോ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ അണ്ണാനെ ഒരിക്കൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. കോഴിത്തീറ്റൊക്കെ തിന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് അതിൻ്റെ പടവിൻ്റെ ഉള്ളിൽ കൂടെ, അത് ഏതാണ്ട് സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ അത് കയറുന്നത്. പക്ഷേ ചിമ്പു അങ്ങനെ കയറിയതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവൻ്റെ സൗണ്ട് ആകെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവന് അത്ര ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരാഴ്ച നമ്മൾ അതിൻ്റെ കിടന്നതിൻ്റെ അത്രയ്ക്കൊരു ക്ഷീണമൊന്നും അവനെ നമ്മൾ നോക്കിയപ്പോൾ അങ്ങനെ കണ്ടില്ല. പക്ഷേ സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. അതും ഞാൻ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇവനെ ആദ്യ ദിവസമൊക്കെ കരയുന്നത് ഭയങ്കര ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നത്. അപ്പോൾ അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മൾ അപ്പോൾ പറയായിരുന്നു അലീന പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. മമ്മി അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മരം കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗരാജിനോട് ചേർന്നാണ് ആ വലിയ മരം നിൽക്കുന്നത്. അപ്പോൾ എപ്പോഴും ഞാൻ പിള്ളേരുടെ അടുത്ത് ഞാൻ പറയായിരുന്നു നമ്മൾ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ മരത്തുമ്മയായിരുന്നു അവനുണ്ടായിരുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞു. ദൈവം നമ്മളെ കാണിച്ചു തന്നതായിരിക്കും അങ്ങനെ പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മുടെ വിശേഷം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ചിമ്പുവിനെയും ആസ്പിനെയും ഈ കയോട്ടി ഈ ചെന്നായി വന്ന് പിടിച്ചുകൊണ്ട് പോയതെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പു വന്നില്ലല്ലോ. ചിമ്പുവിനെ അപ്പോൾ എന്തായിരുന്നാലും ഒന്നും പിടിച്ചിട്ടില്ല. അവന് ഒന്നിനും പിടിക്കാൻ പറ്റത്തില്ല. അവൻ വലിയ മരത്തിൻ്റെ മുകളിലൊക്കെ കയറുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പും എവിടെയെങ്കിലുമൊക്കെ ജീവിച്ചിരിക്കുന്നുണ്ടാവും. പക്ഷേ ആദ്യം നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവൻ 5 മൈൽ അകലെ പോയി ആ പൂച്ചയെന്ന് വെച്ചിട്ടാണല്ലോ നമ്മൾ അതിനെ പിടിച്ചുകൊണ്ട്. സത്യം പറഞ്ഞാൽ ആ പൂച്ചേനെ പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ടമാനം പാട് കഴിച്ചു. കാരണം എല്ലാ ദിവസവും രാത്രി അവിടെ വണ്ടിയുടെ ഉള്ളിൽ ചെന്നിരിക്കാന്ന് പറഞ്ഞാൽ ഒരൊറ്റ മനുഷ്യനില്ല. കൂര ഇരുട്ടുണ്ടല്ലോ. നേരം വെളുക്കണ വരെ ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ സൈഡിലേക്ക് തന്നെ നമ്മൾ നോക്കിയിരിക്കണ പോലെ ഇത് എപ്പോഴാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ. ഞായറാഴ്ച ഇരുന്നു, തിങ്കളാഴ്ച ഇരുന്നു, ചൊവ്വാഴ്ച ഇരുന്നു, ബുധനാഴ്ച ഇരുന്നു, വ്യാഴാഴ്ച. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുള്ള സമയം. ഞാനിവിടെ രാത്രി 11 മണിയാകുമ്പോൾ ഞാൻ എങ്ങനെ എഴുന്നേറ്റ് പോയിരുന്നതെന്ന് തന്നെ എനിക്കറിയത്തില്ല. കാരണം ആ തണുപ്പത്ത് പോയി ആ വണ്ടിയുടെ ഉള്ളിൽ തണുപ്പത്ത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനൊരു 5 മണി 5:30 ആകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ചെന്നിട്ട് പോൾസനെ കെട്ടിപ്പിടിക്കുമ്പോൾ പോൾസനെ എൻ്റെ അടുത്ത് പറയും. ഞാൻ എൻ്റെ കൈ ഭയങ്കര തണുത്ത് വരച്ചിരിക്കും. പോൾസൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഞാൻ കെട്ടിപ്പിടിക്കുമ്പോൾ പോൾസനെ പറയും എൻ്റെ കൈയൊക്കെ എന്ത് ഫ്രീസായിട്ടിരിക്കുന്നത്. ഞാൻ വരുന്നത് അറിയണില്ല, പോണതും അറിയില്ല. പോൾസറ്റും പറയുന്നുണ്ട് നീ എപ്പോഴാണ് വരുന്നത്, നീ എപ്പോഴാണ് പോണത്, നീ ഇവിടെ ഉണ്ടോയെന്ന് തന്നെ എനിക്കറിഞ്ഞൂടാ. കാരണം നമുക്ക് ചിമ്പുവിനോട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലോ. ചിമ്പു എവിടെ ഉണ്ടെങ്കിലും നമ്മൾ കൊണ്ടുവരുമെന്ന് വെച്ചിട്ടുണ്ട് ഞാനങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ വ്യാഴാഴ്ച നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച ഞാൻ നേരം വെളുത്ത് കഴിയുമ്പോൾ ഞാൻ പോൾസറ്റിനോട് പറയാം എനിക്ക് എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, എനിക്ക് എന്തൊരു ക്ഷീണം, കൈയും കാലൊക്കെ എന്തൊരു വേദന. അപ്പോൾ ഞാനിന്ന് ആലോചിക്കാം ഈ ഒരാഴ്ച ഞാൻ ഈ രാത്രി മൊത്തം ഞാനിങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല, ഉറക്കം ഉണ്ടായിരുന്നില്ല, ഉറക്കവും വരുന്നുണ്ടായില്ല, ഒന്നും വരുന്നുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ അത്രയ്ക്ക് ആഗ്രഹിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ക്ഷീണവും അങ്ങനെ ഒന്നും തോന്നില്ലല്ലോ. വെള്ളിയാഴ്ച ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അതിശയമായിരുന്നു. ഞാൻ ഇത്ര ദിവസം ഞാൻ എങ്ങനെയാണ് ഇത്ര ദിവസം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ അത്രയ്ക്ക് ഞാൻ പാട് ചോദിച്ചു. എങ്ങനെയെങ്കിലും ചിമ്പോ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും എന്തൊക്കെ സഹിച്ചാലും ഞാനപ്പോൾ വണ്ടിയുടെ ഉള്ളിൽ അവിടെ രാത്രി ചെന്നിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവമേ ഈ എപ്പോഴും ഞാൻ ചോദിച്ചിരി ആ വീട്ടുകാർക്ക് അറിയാം നമ്മളോട് ചെന്നിരിക്കുന്നത്. ബാക്കിയുള്ള ആൾക്കാർ ആരെങ്കിലും കണ്ടിട്ട് ഇവിടെ പറയാൻ പറ്റില്ല എപ്പോഴാണ് തോന്നുന്നത് പേടിയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഞാൻ വിചാരിക്കും ജീവിതം ഒന്നല്ലേ ഉള്ളൂ, എന്നാലും ഒരു ദിവസം പോകണം ഞങ്ങൾ പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മളവിടെ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ ഞാൻ ആ പൂച്ചേനെ അത്രയ്ക്ക് പാട് വെച്ച് ഞാൻ കൊണ്ടുപോകുന്നത്. പക്ഷേ അത് ചിമ്പുമായിരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് അതും ഭയങ്കര വിഷമം. അപ്പോൾ എന്തായിരുന്നാലും ആസ്മിനെ കാണാണ്ടായി, ആസ്മിനെ തിരിച്ചു വന്നു. അത് നമുക്ക് ഭയങ്കര ഇതായി. പിന്നെ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിമ്പുവിനെ നമ്മൾ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചിമ്പു ഇപ്പോൾ പോയിട്ട് ഇപ്പോൾ 1.5 മാസമായി. അപ്പോൾ ചിമ്പു എന്തായിരുന്നാലും എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് നമ്മൾ വിചാരിക്കും. ആദ്യം നമ്മൾ വിചാരിച്ചിരുന്നത് അവൻ അത്രയ്ക്ക് അകലെ നമ്മൾ പോയി കഴിഞ്ഞാൽ അവൻ അകലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും നമ്മൾ വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു ചിമ്പു ചിലപ്പോൾ അത്രയ്ക്ക് അകലേക്കൊന്നും പോയിട്ടുണ്ടാകുന്നില്ല. എവിടെയെങ്കിലും പോയി ചിലപ്പോൾ വല്ല വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കിട്ടി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ സമ്മറായി, ഇന്നിട്ട് ഇവിടെ നല്ല വെതർ, ഒന്ന് പുറത്തേക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ചും നല്ല ചൂടൊക്കെ ആയി വരുമ്പോൾ അവൻ ചിലപ്പോൾ അവൻ എപ്പോഴെങ്കിലും തിരിച്ച് വരുമെന്ന് വെച്ചിട്ട് ഇരിക്കുന്നു. എപ്പോഴും നമ്മൾ നോക്കും. ഞാൻ രാത്രി ഒരോർക്ക് 2 മണിയൊക്കെ ആകുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോകാൻ എടുക്കുമ്പോൾ എന്നും വന്നിട്ട് നോക്കും, അല്ലെങ്കിൽ വിളിക്കും. രാത്രിയും ക്യാഷൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടാവും. അവരും ഇവിടെ ഉണ്ട്, അവർ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചിമ്പു തിരിച്ചു വന്നിട്ടില്ല. ഇന്നലെയും ഇവിടെ കുറച്ച് നല്ല വെതറൊക്കെ ആയിരുന്നു. ഇന്നലെ എനിക്കിവിടെ നമ്മുടെ ഈ വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടി ഉണ്ടല്ലോ, അന്ന് പിന്നെ ആസ്പിനെ കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ മൈൻഡ് കുറച്ചുകൂടി ഭയങ്കരമായിട്ട് മാറി. കുറച്ചുകൂടി നമുക്ക് ഭയങ്കര സന്തോഷമായി. കാരണം പോയിന്ന് വിചാരിച്ചിരുന്ന ഒരാൾ നമുക്ക് തിരിച്ചു വന്നത്. പിന്നെ ആസ്പിനെയും ഒന്നും പിടിച്ചിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കണം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു സന്തോഷമൊക്കെ. ഇന്നലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി ഈ നമ്മുടെ ഈ വെള്ളപ്പൂ ഉണ്ടാവുന്ന ചെടി ഉണ്ടല്ലോ, അതിൻ്റെ ഇലകളൊക്കെ അതിൻ്റെ കൊമ്പുകളൊക്കെ കുറേ വെട്ടിക്കളഞ്ഞ് അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. കാരണം എപ്പോയിരുന്നാലും ചിമ്പ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും ഇപ്പം നമ്മളുണ്ടെന്ന് വെച്ചാൽ അവൻ നമ്മുടെ കൂടെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സമ്മറൊക്കെ ആകുമ്പോൾ അവനായിട്ട് നമ്മൾ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ ആ സമ്മറായപ്പോൾ നമ്മൾ നാട്ടിൽ പോയിട്ട് നമ്മുടെ ചെടികളൊന്നും നമുക്ക് അത്രയ്ക്ക് നോക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഈ വർഷം പക്ഷേ നമ്മൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ചിമ്പും ഉണ്ടല്ലോ കൂടെ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഇഷ്ടമൊക്കെ ആയിരുന്നു. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ആരും ഒരാൾ ഇങ്ങനെ കമൻറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു. കാരണം അവർക്കറിയില്ല. കാരണം അവർ പറയുന്നുണ്ടായിരുന്നു ഒരു പൂച്ച പോയി എന്തിനിപ്പോൾ ഇത്ര ഇത് ആ പൂച്ച പോയി അതിനിപ്പോൾ എന്താ ഇതെന്ന്. പക്ഷേ ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ നമ്മൾ വളർത്തുന്നുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ ശരിക്കും നമ്മുടെ മക്കൾ പോണ പോലത്തെ ഒരു ഫീലാണ് നമുക്ക്. കാരണം നമുക്കത് മറക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, അത്രയ്ക്ക് ഒരു വിഷമമാണ്. കാരണം നാട്ടിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അവരങ്ങനെ ഉദ്ദേശിച്ച് വന്നായിരിക്കും. കാരണം നാട്ടിലിപ്പോൾ എന്തോരം പൂച്ചകൾ വീട്ടിൽ വന്നു, ഒരു പൂച്ച പോയി അത് പോയി. കാരണം നമ്മൾ സ്നേഹിച്ച് വളർത്തുന്നതും അതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അത് എന്നാലും അവൻ വരുമെന്ന് നമ്മൾ വിചാരിച്ചിട്ട് ഇരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്ര ദിവസമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യാണ്ടിരുന്നത്. ഈ ചിമ്പു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്നല്ലോ. അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചു നോക്കി നാളെ നേരം വിളിക്കുമ്പോൾ തന്നെ വീഡിയോ ചെയ്യണം, നിങ്ങളുടെ അടുത്ത് പറയണം ചിമ്പു തിരിച്ചു വന്നെന്ന് പറയണമെന്ന് വിചാരിച്ചു. പിന്നെ ഈ പൂച്ചയുടെ അതിൻ്റെ നമ്മുടെ അടുത്ത് ഇങ്ങനെ അടുക്കാണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി തുടങ്ങി ഇത് ചിമ്പു ആണെങ്കിൽ ഇങ്ങനെയല്ലല്ലോ. പിന്നെ കഴിയുമ്പോൾ ആസ്മിനും പോയി. പിന്നെ നോക്കിയപ്പോൾ എന്തൊട്ട് പറഞ്ഞിട്ട് വീഡിയോ ഇടണേ, രണ്ടും പോയി. പിന്നെ നമുക്ക് തന്നെ വീഡിയോ ചെയ്യാനോ ഒന്നിനും നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല.
കുറേ പേര് എനിക്ക് ഫേസ്ബുക്കിൽ എനിക്ക് ഇത്രയധികം മെസ്സേജുകൾ ഇങ്ങനെ ഞാൻ വീഡിയോ ഇങ്ങനെ ഇത്രയധികം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യാണ്ടിരുന്നിട്ട് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കാറ്ററിംഗ് ഒക്കെ തുടങ്ങിയ സമയത്ത്. പക്ഷേ ഇത് വെച്ചോട്ടെ കണ്ടമാനം എന്തോരം മെസ്സേജുകളാണ് എനിക്ക് വാട്സപ്പിലായിരുന്നാലും ഫേസ്ബുക്കിൽ മെസ്സഞ്ചറിലായിരുന്നാലും യൂട്യൂബിലായിരുന്നാലും എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ നീ വരാത്തത്, ചിമ്പുവിൻ്റെ വിശേഷം എന്തായി, ചിമ്പു വന്നു എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചിമ്പുവിൻ്റെ വിശേഷങ്ങൾ. ഈ കൂടുതലൊന്നും പറയണില്ല, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കറിയാം വീഡിയോ സമയം കുറേ ആയിട്ടുണ്ടാകുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളവർ മാത്രം കേട്ടാൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനെക്കൂട്ടി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ അത്രയ്ക്ക് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കരമായിട്ട് ബോറൊക്കെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പോകണം. നമ്മുടെ ആസ്മിക്കുട്ടിൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ ക്ലിയറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അവന് കുഴപ്പമൊന്നുമില്ല, അവൻ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സമ്മറൊക്കെ തുടങ്ങി, ഇനിയിപ്പോൾ പുറത്ത് പണികളൊക്കെ നമ്മൾ തുടങ്ങും. അപ്പോൾ ഇന്നലെ തുടങ്ങി. അപ്പോൾ ഇനി പുതിയ വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനിയും ഞാൻ അധികം ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് വരാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ ഗ്യാപ്പായിപ്പോൾ. എനിക്ക് തോന്നുന്നു 1 മാസമായി, ഞാനിപ്പോൾ 1 മാസമൊക്കെ കഴിഞ്ഞു തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോഴേക്ക് എങ്ങനെയെങ്കിലും വരാൻ വേണ്ടിയിട്ട് നോക്കണുണ്ടായിരുന്നു. കാരണം ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്നാലും എപ്പോഴും അവൻ്റെ വിചാരമാണ്, എപ്പോഴും അടുക്കളയിൽ നിൽക്കുമ്പോഴായിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കും ആ ഗ്ലാസ് ഡോറിൻ്റെ അടുത്ത് ചിലപ്പോൾ വന്ന് നിൽക്കണുണ്ടോ. പക്ഷെ അവൻ എന്തായിരുന്നാലും വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിട്ട് ഇരിക്കുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കണം, ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കണം. അപ്പോൾ ഇനി പുതിയ വീഡിയോസായിട്ട് ഇനി ഇനി നമുക്ക് വ്യാഴാഴ്ച ആ പൂച്ചയുടെ സർജറി ന്യൂട്രി എന്ന് പറഞ്ഞില്ല, അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൂച്ചയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിക്കാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരുന്നാലും ഞാൻ ആ പൂച്ചയുടെ വീഡിയോ എടുത്തിട്ട് കാണിക്കാം. ശരിക്കും നമ്മുടെ ചിമ്പുട്ടൻ തന്നെയാണത്, പക്ഷേ നമ്മുടെ ചിമ്പല്ല എന്ന് മാത്രം. പിന്നെ മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് മാറിയിരിക്കും. ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളായിട്ട് അടുത്ത് ചിലപ്പോൾ അങ്ങനെ ചിമ്പുവിന് പകരമായിട്ട് ചിലപ്പോൾ അത് നിൽക്കും. പക്ഷേ എന്നാലും ചിമ്പുവിന് പകരം അങ്ങനെ ഒരാൾക്ക് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളാവില്ല. കാരണം ഞാൻ പൂച്ചേനേക്കും ചിമ്പുവിൻ്റെ പോലത്തെ പൂച്ചേനേക്ക് വാങ്ങണം എന്നൊക്കെ വിചാരിക്കുമ്പോഴും ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കും, ഈ ലോകത്ത് ഒരാൾക്ക് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരാളാവില്ല, എനിക്ക് പകരം വയ്ക്കാൻ വേണ്ടിയിട്ട് വേറെ ആളുണ്ടാവില്ല. ആർക്കായിരുന്നാലും എല്ലാവർക്കും വെവ്വേറെ എന്തെങ്കിലും സ്വഭാവത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഒരാൾക്ക് പകരം കൊണ്ടുവന്ന് വെക്കാൻ വേണ്ടിയിട്ട് വേറൊരാളെ നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ പറ്റില്ല. ഈ ലോകത്ത് ഇത്രയധികം മനുഷ്യന്മാരുണ്ട്, ഇത്രയധികം മൃഗങ്ങളുണ്ട്, ഇത്രയധികം എല്ലാ സാധനങ്ങളും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും എല്ലാവർക്കും ഓരോരോ പ്രത്യേകതകൾ ഉണ്ടല്ലോ. അപ്പോൾ ചിമ്പുവിന് പകരം എന്തായിരുന്നാലും വേറെ ആരും വരില്ല. പക്ഷേ ഈ പൂച്ചേനെ നമുക്ക് അങ്ങനെ പുറത്ത് നടക്കുന്ന പൂച്ചയാണ് അവർ നമുക്ക് തരാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ എന്തായിരുന്നാലും നമ്മളതിനെ കൊണ്ടുപോകുന്നിട്ട് നമ്മൾ അതിനെ അതേപോലെ നമുക്ക് നോക്കും. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇതാട്ടോ നമ്മൾ ചിമ്പു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിടിച്ചുകൊണ്ടുവന്ന പൂച്ചയായിട്ടത്. അത് ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ, അത് ഞാൻ ഫോണിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തത്. ഇത് നമ്മൾ ചിമ്പു എന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ടുവന്ന ആ പൂച്ചയുണ്ടല്ലോ, ആദ്യത്തെ ദിവസം ബേസ്മെൻറ്റിൻ്റെ അവിടെ ഡോറിൻ്റെ അവിടെ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ എടുത്ത വീഡിയോ ആട്ടത്. നമ്മുടെ ചിമ്മുവിൻ്റെ പോലെ തന്നെ ഇരിക്കണില്ലേ. പോയി ഫുഡ് കൊടുക്ക്. 2 ആഴ്ചയായിട്ടുണ്ട് ഞാൻ കോഴിത്തീറ്റ കൊണ്ടുവന്നു, കൂട്ടിൽ പണിക്ക് കയറ്റാൻ വേണ്ടി കൊണ്ടുവന്നു. ഇതിവിടെ പോൾസേട്ടൻ പുതിയ ഒരു സ്വിങ് പുതിയൊരു ഊഞ്ഞാൽ വാങ്ങിച്ചതാട്ടോ. അതിപ്പോൾ ഫിറ്റ് ചെയ്തതാട്ടോ. അപ്പോൾ അതും ഇരിക്കുന്നതാണ് കാണുന്നത്. നമ്മുടെ ക്യാഷ് വന്നിരുന്നേട്ടോ, ഞാൻ വില വന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ, പേടിയ ക്യാഷ് ഇവിടെ വന്നിട്ട് പുതിയ ഊഞ്ഞാല് പോൾസേട്ടൻ വെച്ചിട്ടുണ്ടല്ലോ, അത് നോക്കായിരുന്നു. കാജലെത്തിയിട്ടില്ല, 2 പേരും കൂടി പോയി. എല്ലാവരും പുതിയ സാധനം വന്നപ്പോൾ ആസ്പിൻ മണക്ക് നോക്കണുണ്ട്. ആസ്പിൻ ഇങ്ങോട്ട് വാ. ആസ്പിൻ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വേഗം വന്നോളാം.